കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the most holy name of God. കൺവെൻഷന്റെ രണ്ടാം ദിന രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായി അറിയിക്കുന്നു. First of all, we convey our beloved greetings unto the beloved ones who are gathered here on the second evening of this convention. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമുക്ക് മുന്നമേ നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞു. Just now we have listened to a blessed testimony. സർവശക്തനായ കർത്താവ് ഈ ആരാധനയുടെ ആരംഭം മുതൽ നമ്മുടെ മധ്യേ ശക്തിയോടുകൂടെ നടകൊള്ളുകയാണ്. Since the very beginning of this convention, the Almighty God has been moving in our midst. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് സന്തോഷിപ്പാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് ഭാഗ്യം കിട്ടി. Tonight the Lord has given us the privilege to be filled with the power of the Holy Spirit. ദൈവവചന ധ്യാനത്തിനായി നമുക്ക് നമ്മുടെ ബൈബിൾ തുറക്കാം. For our meditation, let us open the pages of the Bible. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 9-ാമത് വാക്യം വായിക്കാം. Let's move on to 1 Corinthians chapter 2 verse number 9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ In this passage, while Apostle Paul writes epistle to the church of Corinthians, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മകളെ കുറിച്ച് പറയുക. he speaks about the prospects God has prepared for the people whom God loves. അത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. No eye has seen, no ear has heard, did not appear in the heart of anybody. പഴയ നിയമ ഭക്തന്മാർക്കും ഇതിനെക്കുറിച്ച് അല്പമായ കാഴ്ചപ്പാടുണ്ടായിരുന്നതായി തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. In the scripture we understand even the Old Testament saints had a partial understanding about this. യെശയ്യാ പ്രവചന പുസ്തകം 64-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ As we turn to the 4th verse of the prophetic book of Isaiah chapter 64, പ്രവാചകനായ യെശയ്യാവ് അവിടെ ഇപ്രകാരം പറയുന്നതായി നാം കാണുന്നുണ്ട്. in the words of prophet Isaiah, നീയല്ലാതെ വേറൊരു ദൈവവും തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. since the time immemorial, nobody has heard that except thee. There's no God who is working for the ones who are waiting for you. ആരും കണ്ടിട്ടില്ല, ആരും ഗ്രഹിച്ചിട്ടുമില്ല. Nobody has seen, nobody has understood. പ്രിയ ദൈവജനമേ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ ഇവിടെ നമുക്ക് ദർശിക്കാം. Beloved people of God, here we come to understand the matchless love of God into man. ലോകത്തിൽ പല സ്നേഹം നാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, അനുഭവിക്കുന്നുമുണ്ട്. There are different types of love that we experience, we see and we hear in the world. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, The love between the husband and the wife, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, the love between the parents and the children, സഹോദരങ്ങൾ തമ്മിലുള്ള സഹോദര സ്നേഹം, the love among the siblings, ബന്ധുമിത്രാദികളോടുള്ള സ്നേഹം, the love among the relatives, മൃഗങ്ങൾക്കും സഹജീവികളുള്ള സ്നേഹം, fellowship between cattle being, animal being and other fellows, പക്ഷികൾ തമ്മിലുള്ള സ്നേഹം, and fowls among one another. There is a kind of love. ഇവിടെയെല്ലാം സ്നേഹം നമുക്ക് ദർശിക്കാം. In all these spheres we notice this love. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സ്നേഹമാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹം. However, the love with which God loves man is categorically different from all these branches of love. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. The love with which God loves man, it has got greater significance. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുമ്പോൾ As we turn to Ephesians chapter 2 the 4th verse, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തമെന്ന് പൗലോസ് അവിടെ തുടങ്ങുകയാണ്. Saint Paul says it is a great love with which the merciful God who loved us. അവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ കരുണയും മഹാസ്നേഹത്തെയുമാണ്. In that passage we encounter the mercy and the great love of God. കൃപയാൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നമുക്ക് ആ മഹാസ്നേഹം അനുഭവിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. We who take part in this convention, by the grace of God, God has given us the opportunity to be the partaker of that great love. ദൈവം നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടാണ് നാം എല്ലാവരും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. As God has been merciful unto us only, today we get the opportunity to take part in this convention. ഞങ്ങൾക്ക് മുമ്പ് ഒരു സാക്ഷ്യം നാം കേട്ട് കഴിഞ്ഞു. We just listened to a testimony. ദൈവം ഒരുവനെ സ്നേഹിച്ച് തന്നെ പിടിച്ച് ഈ മാർഗത്തിലേക്ക് വഴി നടത്തിയ വിധം,
The way that God loved a person, held his hands and guided through this way. കർത്താവിന്റെ മഹാസ്നേഹത്താലാണ് ആ പ്രിയപ്പെട്ടവനെ ഇന്ന് നമ്മുടെ മധ്യത്തിൽ സാക്ഷിയാക്കിയത്. It is by the mega love of God the Lord made that beloved brother as a testimony in our midst right now. ഈ സ്നേഹത്താൽ പിടിക്കപ്പെട്ടതിനാലാണ് കർത്തൃ ശുശ്രൂഷകരും ദൈവമക്കളും എല്ലാം ഇന്ന് ഈ നിലയിൽ ആയിരിക്കുന്നത്. Even the believers and the workers of God, as they are called by the love of God only, today we are officiating in this capacity. മനുഷ്യന്റെ സ്നേഹത്തിനെല്ലാം പരിമിതിയുള്ളപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹമോ അത് മഹാസ്നേഹം അത്രേ. While there is limit and limitation to him allow, the love of God is matchless and unique. യിരെമ്യാപ്രവചനം 33-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, As we turn to the book of Jeremiah, chapter 33, the 3rd verse, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത നാം അവിടെ ദർശിക്കുന്നു. there we encounter the greatness of a love with which God loves man. അവിടെ നാം കാണുന്നത് ദൈവത്തിന് നമ്മോടുള്ള നിത്യമായ സ്നേഹമാണ്. In that passage we read about the everlasting love of God unto man. മനുഷ്യർ സ്നേഹിക്കുന്നവരോട് ചിലപ്പോൾ പരാതികൾ പറഞ്ഞെന്നിരിക്കും. Sometimes in human love there may be grievances. മനുഷ്യർക്ക് തമ്മിലുള്ള സ്നേഹത്തിന് വ്യത്യാസം വന്നെന്നിരിക്കും. Between human love there may be difference in measure. അത് ഭാര്യ ഭർത്താവായാലും മാതാപിതാക്കൾ മക്കളായാലും ആ സ്നേഹത്തിനൊക്കെ ചിലപ്പോൾ ഭംഗം വരുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. Whether it is between the husband and the wife, between the parent and the children, we understand there is difference in the quantum of love. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമോ, However, the love with which God loves us. പ്രവാചകനായ യിരെമ്യാവ് പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. Prophet Jeremiah says that I have loved thee with an everlasting love. Therefore, I have extended my mercy upon you. ദൈവസ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. As we turn to Romans chapter 5, the 8th verse, we come across another special characteristic of the love of God. അവിടെ നാം വായിക്കുന്നത് എന്താണ്? What do we understand from that passage? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. While we were sinners, as Christ died on our behalf, the Heavenly Father showed his love for us. ഈ സ്നേഹത്തെ ത്യാഗപരമായ സ്നേഹമെന്ന് നമുക്ക് പറയാം. This can be termed as a sacrificial love. കർത്താവായ യേശു നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് നമ്മെ സ്നേഹിച്ചു. Lord Jesus Christ suffered and he sacrificed himself for us and loved us. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. In this passage, Apostle Paul makes it clear, while it is sinners, he loved us. അത് എത്ര വലിയ സ്നേഹമെന്ന് നമുക്ക് നോക്കാം. Understand how mega that love is. കർത്താവായ യേശു എന്താണ് ഇവിടെ ചെയ്തത്? What did Lord Jesus Christ do here? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ആ സ്നേഹത്തെ, ത്യാഗപരമായ സ്നേഹത്തെ വെളിപ്പെടുത്തി. While we were sinners, he died us, he loved us, he died for us, he revealed that sacrificial love on our behalf. ഇന്ന് രാത്രി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്നു. Tonight the message we would like to intimate you is, Lord Jesus Christ became a perfect sacrifice on the cross of Calvary for you and me. ആ മരണം ത്യാഗപരമായ ഒരു മരണമാണ്. That was a sacrificial death. അഥവാ നമ്മെ സ്നേഹിച്ച സ്നേഹം ത്യാഗപരമായ സ്നേഹം. In other words, love with which he loved is really coated with the sacrifice. ബൈബിൾ പ്രധാനമായി 3 വിധമായ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. Importantly, the Bible speaks about 3 types of death. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, In Ephesians chapter 2, the first verse, പാപത്തിൽ മരിക്കുന്നതിനെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. we notice the reference to the man who dies in sin. സകല പാപികളായ മനുഷ്യർക്കും ഉണ്ടാകുന്ന മരണം. There is a death all sinners incur. ഇത് പാപത്തിൽ മരിക്കുന്ന അനുഭവമാണ്. This is an experience of dying in sin. രണ്ടാമതായിട്ട് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, Secondly, 1 Peter chapter 3, verse number 18. പാപത്തിന്റെ പരിഹാരത്തിനായി പ്രായശ്ചിത്ത മരണം വരിക്കുന്ന ഒരു മരണത്തെ അവിടെ നമുക്ക് കാണാം. We notice another love that becomes atonement, propitiation for the sin. ഇത് കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി
അഥവാ മാനവരാശിക്ക് വേണ്ടി തന്റെ ജഡത്തിൽ മരണശിക്ഷ ഏറ്റെടുത്തതാണ്. This speaks about the death of Lord Jesus Christ in his physical body for the salvation of mankind, which means for you and me. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു കർത്താവ് ആ മരണം സ്വയമായി ഏറ്റെടുത്തു. For you and me, the place I had to die, Lord Jesus Christ spontaneously took upon himself the death. ഈ മരണത്തെ പ്രായശ്ചിത്ത മരണമെന്ന് പറയാം. This death can be labeled the death of atonement. അത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിരുന്നു. He not effect remedy for the sins of you and me. നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, Not only for our sins. ലോകത്തുള്ള സകല മാനവജാതിയുടെയും പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായി. He not to make effect remedy propitiation for the sins of all mankind. അത് മാത്രമല്ല, ലോകത്തിൽ ജനിപ്പാനിരിക്കുന്നവരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി യേശു പ്രായശ്ചിത്ത മരണം വരിച്ചു. In furtherance, all the generations which are yet to be born, Lord Jesus Christ sustained this death on the cross of Calvary for their atonement. ഇംഗ്ലണ്ടിലെ ഒരു സെമിത്തേരിയിൽ, In a cemetery in England, ഒരു ശവകുടീരത്തിന് മുമ്പിൽ ഒരു യൗവനക്കാരനിരുന്ന് കരയുകയാണ്. a young man was weeping before a tomb. ഇത് സെമിത്തേരി നടത്തിപ്പുകാരനും ശ്രദ്ധിച്ച് സൂക്ഷിച്ചു. The preserver of that graveyard owner just listened to this. കരയുന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, He approached the person who was mourning and asked him, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും മരിച്ച് ഇവിടെ മൃതശരീരം സംസ്കരിച്ചിട്ടുണ്ടോ? Has any relative passed away and the body had been buried here? ഇല്ല എന്നായിരുന്നു അയാളുടെ മറുപടി. The answer was negative. അതിനുശേഷം അയാളെ അവിടെ എത്തിച്ചതും കരഞ്ഞതിന്റെയുമായ ഒരു രഹസ്യം താൻ ഈ സെമിത്തേരി സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു. Thereafter the man who is looking after this cemetery, this man died unto him the reasons which compelled him to come there and weep for. രാജ്യത്ത് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത്, While a battle was underway, നിർബന്ധമായി സൈനിക സേവനത്തിന് വേണ്ടി ഇദ്ദേഹത്തെ വിളിച്ചു. this man was called for conscription. താൻ ഒരു കുടുംബസ്ഥനായിരുന്നു. He was leading a family life. പല ബാധ്യതകളും ചുമതലകളും ഒക്കെ തനിക്ക് ഉണ്ടായിരുന്നു. He had many responsibilities and liabilities. ഇതെല്ലാം മനസ്സിലാക്കി ഒരു യുവാവ് മുമ്പോട്ട് കടന്നു വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പകരമായി സേനയിൽ യുദ്ധത്തിന് വേണ്ടി പോകാം. A young man, having understood this, stepped out and said that, on your behalf I shall be recruited into the army. സൈനിക സേവനത്തിന് വേണ്ടി പോയ ഈ യുവാവ് യുദ്ധത്തിൽ മുറിവേറ്റവനായി. This young man who came to the battlefield, in the battle he was wounded. ചില ദിവസങ്ങൾ താൻ ഒരു ഹോസ്പിറ്റലിൽ കിടന്നു. Some days he was in the hospital. ശേഷമായി താൻ മരണപ്പെട്ടു. Thereafter he breathed his last. തന്റെ ശവസംസ്കാരവും നടന്നു. His burial was also undertaken. എന്നാൽ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പോകാനോ സഹകരിപ്പാനോ സാഹചര്യം അനുവദിച്ചിരുന്നില്ല. Circumstances did not permit this man who is mourning to go and take part in the battle. ഇപ്പോൾ താൻ ആ സെമിത്തേരിയിൽ പോയി ആ ശവകുടീരത്തിൽ നിന്ന് കരയുകയാണ്. Now he goes to the graveyard, standing before the tomb, he is weeping. ഈ കാര്യങ്ങളെല്ലാം താൻ സെമിത്തേരി സൂക്ഷിപ്പുകാരനോട് പറയുകയാണ്. The preserver of the graveyard, he came to notice all these things. എനിക്കിപ്പോൾ കണ്ണുനീർ മാത്രമേ തൂകുവാൻ നിവൃത്തിയുള്ളൂ. I am able to shed only tears now. ഒടുവിലാൻ ആ ശവകുടീരത്തിന് മുമ്പിൽ അവൻ ഇപ്രകാരം എഴുതി വെച്ചു. Before the tomb, finally he has inscribed so. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. He died for me. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, The place where I would have to die. എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ വേണ്ടി He not to save me and my family. മനഃപൂർവമായി ഈ സേവനം ഏറ്റെടുത്ത് Willingly he undertook this service upon himself. യുദ്ധമുന്നണിയിൽ മുറിവേറ്റ് അവൻ മരണപ്പെട്ടിരിക്കുന്നു. In the war front he was wounded and he breathed his last. ഞാനിപ്പോൾ കരയല്ലാതെ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. What else I do except weeping for him? അവൻ എഴുതി വെച്ചത് എന്തായിരുന്നു? What was his inspiration? അവൻ എനിക്ക് വേണ്ടി മരിച്ചു. He died for me. പ്രിയ സ്നേഹിത സഹോദര, Beloved brother and dear friends, ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, tonight let us tell you, നമ്മുടെ യേശു കർത്താവ് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല മരിച്ചത്. our Lord Jesus Christ simply did not die for an individual. ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല മരിച്ചത്. Not merely he died for a family. മുഴു ലോകത്തുള്ള സകല മാനവജാതിക്കും വേണ്ടി അവൻ പ്രായശ്ചിത്ത മരണം വരിച്ചു. Rather, Lord Jesus Christ died for the entire human race as an atonement. കോട്ടയം പട്ടണവാസികൾ ഇത് അറിയാതിരിക്കരുത്. Inhabitants of the city of Kottayam, ye must not keep off knowing this. അവൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്തത് പ്രായശ്ചിത്ത മരണമായിരുന്നു. It is a death of atonement Lord Jesus Christ took upon himself.
ഞാനും നിങ്ങളും ജഡത്തിൽ അനുഭവിക്കേണ്ട ശിക്ഷയെ യേശു കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി ഏറ്റെടുത്തു. The chastisements that I and you had to undertake on our body, Lord Jesus Christ took upon himself on the cross of Calvary. ആകയാൽ പ്രിയമുള്ളവരെ, നാം എത്ര ഭാഗ്യശാലികളാണ്. Therefore, beloved people of God, indeed we are so much privileged. ഈ വചനം ശ്രദ്ധിക്കുന്നവർ ഒരു നിമിഷം ചിന്തിച്ചാട്ട്, യേശു കർത്താവ് പ്രായശ്ചിത്ത മരണം വരിച്ചതിനാലാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. Those who listen to this message, simply think a minute. As Lord Jesus Christ vicariously died for you and me only, tonight we get the opportunity to take part in this convention. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ആ പ്രായശ്ചിത്ത മരണത്തെയും ഇന്ന് നാം അനുഭവിക്കുന്ന സന്തോഷത്തെയും എത്ര പേർ ധ്യാനിക്കുന്നുണ്ട്? How we are able to meditate on the sacrificial death, on that atonement death Lord Jesus Christ sustained his body, and we were spared for the same. ആ പ്രായശ്ചിത്തത്തെ നാം ധ്യാനിക്കുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം സന്തോഷപ്രദമായിരിക്കും. If we meditate on that atonement, our Christian journey will be crammed with gladness. മൂന്നാമതായിട്ട് നാം വായിക്കുമ്പോൾ, Thirdly, when we read റോമാലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ, Ephesians Romans chapter 6 verse number 12, ഒരു ഭക്തൻ അഥവാ ഭക്തന്മാർ ഈ ലോകത്തിൽ പാപത്തിന് മരിച്ചവരായി ജീവിക്കുന്നു. a godly or devoted people are dead to sin in this world. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപങ്ങളെല്ലാം കാൽവറിയിൽ വഹിച്ചതിനാൽ, As Lord Jesus Christ bore all our sins on the cross of Calvary, ഒരു ഭക്തൻ ഇന്ന് പാപം കൂടാതെ ലോകത്തിൽ ജീവിക്കുന്നു. a godly leads a sinless life in this world. റോമാലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, As we turn to Romans chapter 6 verse number 11, നാം എത്ര ഭാഗ്യശാലികളാണെന്ന് നമുക്ക് നോക്കാം. indeed we are so much blessed. ആകയാൽ നാം ഇന്ന് പാപത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. Therefore today we are exempted from sin. നമ്മുടെ ജീവിതം പാപത്തിന് മരിച്ചവരായിട്ടാണ്. Our life is something dead to sin. പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. Death has no more dominion over us. ഈ ഭാഗ്യശാലികളായ ദൈവമക്കൾ കൈയുയർത്തി ഈ സമയത്ത് ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of God. അടുത്തായിട്ട് നാം ചിന്തിക്കുമ്പോൾ, Thereafter when we discuss ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ കുറിച്ച് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ 3 വസ്തുതകൾ പൗലോസ് പറയുകയാണ്. in Ephesians chapter 3 verse number 18, Saint Paul speaks about 3 truths. ഒന്ന്, ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ അളവില്ലാത്ത സ്നേഹമെന്ന് പറയുന്നു. The first context, the Lord has loved us with immeasurable love. രണ്ടാമതായിട്ട് അതിരില്ലാത്ത സ്നേഹമെന്ന് പറയുന്നു. It is love without any limit. മൂന്നാമതായിട്ട് തീരാത്ത സ്നേഹം അഥവാ വറ്റിപ്പോകാത്ത സ്നേഹമെന്ന് പറയുന്നു. Thirdly, it is unquenching, unceasing love. ഈ 3 കാര്യങ്ങളും എഫേസ്യ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. In Ephesians chapter 3 verse number 18, all these 3 things are recorded. ഓ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച ആ വലിയ സ്നേഹത്തെ നാം ഓർക്കുക. Let us consider the great love with which Lord Jesus Christ loved us. ഒരു കാര്യം കൂടെ ആ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറയട്ടെ. About that point, I would like to highlight one more aspect. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, As we turn to John's Gospel chapter 3 verse number 16, പിതാവാം ദൈവം ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്ന ആ മഹാസ്നേഹത്തെ അവിടെ നമുക്ക് കാണാം. we read about that great love with which the Heavenly Father has given His Son Jesus Christ, the only begotten Son for us. ഈ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ മടിയിലിരുന്ന പുത്രനായിരുന്നു. This Lord Jesus Christ was a son who was in the bosom of the Father. ആ ഓമന കുമാരനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവ് ലോകത്തിലേക്ക് അയച്ചു. That most pampered son was sent by the Father for you and me to this world. ഗലാത്യ ലേഖനം 4:4 നമ്മൾ വായിക്കുമ്പോൾ, When we come to Galatians chapter 4, the 4th verse, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു എന്ന് നാം കാണുന്നു. we read in the fullness of the times, God has sent His Son, born of the woman, for the salvation of mankind. ന്യായപ്രമാണത്തിന് കീഴിലായിരുന്ന നമ്മെ പുത്രന്മാരാക്കി പുത്രിമാരാക്കുവാൻ പിതാവാം ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. The Heavenly Father sent His only begotten Son
in order to make we who are under the bondage of the law into sons and daughters. തന്നെ ലോകത്തിലേക്ക് അയച്ച കാലത്തെ കുറിച്ചാണ് പറയുന്നത്. കാലത്തിന്റെ തികവത സമ്പൂർണതയെന്ന്. It is mentioned of the time in which he had been sent, that is the fullness of the time. എന്തിനു വേണ്ടിയായിരുന്നു പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? What for was the son sent to the world? എന്നെയും നിങ്ങളെയും ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ. Did not liberate you and me from the bondage of the law. ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനം. The people of God in this congregation are the ones liberated from this bondage of the law. പ്രിയ സ്നേഹിതരെ, ഈ അടിമത്തത്തിൽ ആരെങ്കിലും ഇന്നും ഉൾപ്പെട്ടിരിക്കുന്നെങ്കിൽ, Beloved brethren, if anybody has been entangled under the same bondage even today, ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ സ്നേഹവാനായ കർത്താവായ യേശു ക്രിസ്തു ഈ യോഗത്തിന്റെ മധ്യേ നടകൊള്ളുകയാണ്. while this meeting is underway, Lord Jesus Christ, the most affectionate Lord, is moving right now. എത്ര പേർക്ക് ഈ വിടുതലും രക്ഷയും ആവശ്യമായിരിക്കുന്നു? How many are in need of this deliverance and how? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നാം പോയാൽ, When we come to Luke's Gospel, the 2nd chapter, 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ, particularly verses 30 and 31, ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്ന വന്യ വയോധികനായ ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാം. we read about the old man for whom they had been waiting for the succor of Israel. തന്റെ പേര് ശിമ്യോൻ എന്നായിരുന്നു. His name was Simeon. ആ ശിമ്യോൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നു. Simeon was waiting for the comfort of Israel. എന്തായിരുന്നു തന്റെ പ്രതീക്ഷ? What was his expectation? ഇസ്രായേലിന് ആശ്വാസം നൽകുവാനായിട്ട് പിതാവാം ദൈവം ഒരുവനെ ലോകത്തിലേക്ക് അയക്കും. The Heavenly Father would send a person to the world to bring succor to Israel. അതെ, ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ, ആ ചെറിയ ശിശുവിനെയും കൊണ്ട് മറിയം യോസഫും ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, When Mary and Joseph take that infant into the temple of God, ഈ വന്യവയോധികനായ ശിമ്യോൻ ഈ കുഞ്ഞിനെ കണ്ട് സന്തോഷിച്ചു. this old man Simeon, on seeing the baby, he was rejoicing. എന്താണ് താൻ പറയുന്നത്? What does he say? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും The light to be revealed unto the Gentiles, ഇസ്രായേലിന്റെ മഹത്വവുമായി and the glory of the people of Israel, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന, that is prepared before all the nations. നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. Thine eyes have seen thy salvation. പ്രിയരെ, ആ പിതാവിന് എത്ര വലിയ സന്തോഷമുണ്ടായി. Beloved people of God, that father was really joyful. ആ കുഞ്ഞിനെ അവൻ കയ്യിലെടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നു. We read he taking that baby in his arms. കയ്യിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തി. Taking his arms, he praised God. മാതാപിതാക്കളെ അവൻ അനുഗ്രഹിച്ചു എന്ന് നാം കാണുന്നുണ്ട്. Furthermore, he blessed even the parents. ഈ പൈതലത്രേ സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി പിതാവാം ദൈവം ലോകത്തിലേക്ക് അയച്ച പുത്രനായ യേശു ക്രിസ്തു. This infant is the Son Lord Jesus Christ, who was sent by the Heavenly Father in order to bring forth atonement for the sin of all mankind. ഇതാണ് രക്ഷകരെന്ന് മനസ്സിലാക്കിയ ശിമ്യോൻ, ആ പിതാവ് ആ പൈതലിനെ കയ്യിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തി. Simeon, who understood that this is a real Savior, he took that baby in his arms and he praised God. ഈ വെളിപ്പാട് ലഭിക്കും വരെയോ മരിക്കയില്ല എന്നവൻ വിശ്വസിച്ചവനായിരുന്നു. He believed that till he gets that revelation, he will not die. ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി അവൻ കാത്തിരുന്ന ഒരു ഭക്തനായിരുന്നു. He was a devoted man who had been waiting for the succor of Israel. ഇന്ന് രാത്രി കാലം ഈ പൺമനുഷ്യന് വന്നിരിക്കുന്ന മാന്യ മിത്രമേ, Beloved people of God who have attended the convention tonight, കർത്താവായ യേശുവിനെ കണ്ടെത്തുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? do you have the desire to meet Lord Jesus Christ? നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും, Even though the problems of your life are so heavy, നീ വലിയ ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന വ്യക്തിയായാലും, you may be completely plunged into the whirlpool of sorrow, നിന്നെ വിടുവിപ്പാൻ ശക്തനായ യേശു കർത്താവ് ഈ പന്തലിൽ നടകൊള്ളുകയാണ്. Almighty Jesus Christ, who is able to deliver you, he is moving right now in the midst of this pandal. ഒരുപക്ഷേ നിങ്ങൾ അകലെ നിന്ന് ഈ വചനം കേൾക്കുന്നുണ്ടാകാം. Sometimes remaining far away, you may be inclining this word of God. നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ വിടുവിപ്പാൻ കഴിയുള്ളവനായ യേശു ഇവിടെ നടകൊള്ളുകയാണ്. Our Jesus, who is able to deliver you from the point where you are standing, is right now moving in the midst of this meeting. അവൻ നിന്നെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. He is willing to deliver you. നിന്റെ പ്രശ്നം എത്ര വലുതെന്ന് നിനക്ക് തോന്നിയാലോ, Even though it seems to you that your problem is so heavy,
അതിന് പരിഹാരം വരുത്തുവാൻ യേശു സർവശക്തൻ. Jesus is omnipotent, he not effect a remedy. സംഗീതക്കാരനായ ദാവീദ് ഇങ്ങനെ പാടി, In the words of psalmist David, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളൂ. my father and my mother have forsaken me, still my God shall consider me. പ്രിയ സ്നേഹിതരെ, ഇങ്ങനെ ആരെങ്കിലും ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, Well, friends, tonight in this capacity, if anybody is inclined to the word of God tonight, എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു യേശു ഇവിടെ ഉണ്ട്. even though all people disposes you, there is a Jesus who will never disown you, is moving in our midst. അയാ യേശു നിന്റെ പിതാവിനേക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്നു, മാതാവിനേക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്നു. That Jesus loves you more than your father and more than your mother. ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനമാകുന്ന വീണ്ടെടുപ്പ് പ്രാപിക്കാം. Through this Lord Jesus Christ, you can get the redemption, that is the remission of your sins. ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പാപമോചനം മാത്രമല്ല, രോഗസൗഖ്യവും നമുക്ക് പ്രാപിക്കാം. Through this Lord Jesus Christ, we can attain not only the forgiveness of our sins, again healing for our sicknesses as well. കർത്താവായ യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ തൻ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. At the age of 30, Lord Jesus Christ started his open ministry. തന്റെ അടുക്കലേക്ക് വന്ന എല്ലാവർക്കും പാപമോചനം കൊടുത്തു. The Lord commanded deliverance, forgiveness from sins, whoever came unto him. സകല രോഗികളെയും അവൻ സൗഖ്യമാക്കി. The Lord inhaled all the sick people who approached him. അവന്റെ അടുക്കൽ കടന്നു വന്ന എല്ലാവരുടെയും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. The Lord effect remedy to the burning issues of the people who came unto him. അവരുടെ ആവശ്യങ്ങൾ എത്ര വലിയതായിരുന്നാലും അതിനെല്ലാം യേശു തമ്പുരാൻ പരിഹാരം വരുത്തി. Even though their need was so great, Lord Jesus Christ accomplished everything. ഇന്ന് രാത്രി കർത്താവായ യേശു അത്ഭുതവാനായി നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. As a miracle performing Lord, tonight Lord Jesus Christ has come to meet right now. നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം ചെയ്യുവാൻ അവൻ പ്രാപ്തനാണ്, കഴിവുള്ളവനത്രേ. He is able, he is mighty, enough to perform a miracle in your life too. ആകയാൽ പ്രിയ സ്നേഹിതാ, നിന്റെ എല്ലാ പ്രതിസന്ധിയിലും വിടുവിപ്പാൻ അവൻ വല്ലഭനായ ദൈവം തന്നെ. He is Almighty God who is able to deliver you from every predicament of your life. ഇന്ന് രാത്രി നീ അവന്റെ അടുക്കലേക്ക് ചെല്ലുമെങ്കിൽ Simply march on to the presence of Jesus right now. സൗജന്യമായി ശുദ്ധീകരണവും വീണ്ടെടുപ്പും നിനക്ക് പ്രാപിക്കാം. If so freely, you can attain sanctification and redemption freely. നീ എത്ര വലിയ പാപിയായാലും നിന്റെ പാപങ്ങളെ അവൻ ക്ഷമിക്കും. Even though you are a hardcore sinner, he is able to forgive all your heinous sins. നിന്റെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെയും ഹിമം പോലെയും വെളുപ്പിപ്പാൻ അവൻ ഇന്ന് രാത്രിയും ശക്തനാണ്. Even though your sin is as red as scarlet, even today he is mighty to make it you as white as wool and snow. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി. Simply do one thing from your side. പാപിയായ എന്നോട് കരുണ തോന്നണമേ. Oh God, have mercy upon this sinner. എന്റെ പാപത്തിൽ എനിക്ക് മോചനം തരണമേ. Oh Lord, command deliverance from my sin. കർത്താവായ യേശുവേ, എന്നെ രക്ഷിക്കണമേ. Lord Jesus Christ, save me. ഇന്ന് രാത്രി സൗജന്യമായി നിനക്ക് പാപമോചനം നേടാം. Tonight, free of cost, you can obtain deliverance from your sin. എവിടെ പാപമോചനമുണ്ടോ അവിടെ രോഗശാന്തിയുമുണ്ട്. Wherever there is a remission of sin, there is a healing as well. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടിയിരിക്കുന്നു, The psalmist has sung so. അവന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. He forgives all your iniquities and he heals all your ailments. സാക്ഷിയിൽ നാം കേട്ടു കഴിഞ്ഞല്ലോ. At the time of the testimony we listen to, ആ പൈതലിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുഞ്ഞുങ്ങളെല്ലാം മരണപ്പെട്ടു. all the other children, babes with the child died. ആ കുട്ടിക്ക് അവരിട്ട പേര് ശാമുവേൽ എന്നാണ്. They named the child Samuel. ശാമുവേൽ ഇന്നും ആരോഗ്യവാനായി 24 വയസ്സുള്ളൊരു യൗവനക്കാരനായി ജോലി ചെയ്യുന്നു. Samuel remained hale and hearty, kicking an eye, 24 years old, present a good service. ശാമുവേലിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. God is Samuel is ours too. പ്രിയ സ്നേഹിതരെ, അവൻ നിങ്ങളുടെ ദൈവമാണ്. Beloved friends, he is your God too. നിന്റെ എല്ലാ പ്രതിസന്ധികളിലും വിടുവിപ്പാൻ അവൻ മതിയായവനാണ്. He is able to deliver you from all the critical junction of your life.
ആകയാൽ യേശുവിന്റെ അടുക്കലേക്ക് വരിക. Therefore, draw closer to this Jesus. അവനെ സൗജന്യമായി വിടുവിക്കും. Freely he will deliver you. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തും. He'll effect remedy to your sins. നിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നെ വിടുവിക്കും. He'll command deliverance from all the crises of your life. നിന്റെ രോഗത്തിന് അവൻ പരിപൂർണ സൗഖ്യം തരും. He will command absolute healing to your sicknesses. ഇന്ന് രാത്രി ആ കർത്താവ് ഇവിടെ നടകൊള്ളുകയാണ്. Tonight the same Jesus is moving in our midst. അവന്റെ അത്ഭുത പ്രവൃത്തി എത്ര പേർ വിശ്വസിക്കുന്നു? How many can believe in his marvelous works? ഈ കൺവെൻഷന്റെ രണ്ടാം രാത്രിയിലും കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയുന്നവനെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? How many believe even on the second evening of this convention the Lord is able to perform miracle in my life? എന്നെ സൗഖ്യമാക്കിയവൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന രോഗികളെ സൗഖ്യമാക്കുവാൻ മതിയായെന്ന് വിശ്വസിക്കുന്നുവോ? Do you believe the one who is able to heal me has come here in order to heal all the sick people? എന്റെ പാപങ്ങൾക്ക് മോചനം നൽകിയവൻ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന സ്നേഹിതരുടെ പാപങ്ങളെ പരിഹരിപ്പാൻ പ്രാപ്തനെന്ന് വിശ്വസിക്കുന്നുവോ? He who has forgiven all my sins, he has come here in order to forgiveness to all the people who are sinners and making confession of the sins under him. അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനങ്ങൾ മാത്രം കരങ്ങളെ ഉയർത്തരൂ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. നമ്മുടെ ദൈവമെന്നും ജീവിക്കുന്നു. Our God is even today remaining alive. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായി നടകൊള്ളുന്നു. He is moving as a mighty God who is able to work for us. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of God. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ As God loves us, നാമും ദൈവത്തെ സ്നേഹിക്കേണ്ടതാകുന്നു. so much we love our God. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു തന്നതുപോലെ As he can put out his life for us, നാമും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. Saint John in his epistle says, we must also pour out our life for others. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. Those who love God shall become blessed. ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Families that love God shall become fortunate. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അനേക നന്മകൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു. Those who love God, for them planned prosperities have been prepared. എന്താണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കപ്പെട്ടിരിക്കുന്നത്? What are things God has prepared for the people who love him? തിരുവചനം നമ്മെ അത് വ്യക്തമായി ഓർപ്പിക്കുകയാണ്. In categorical terms, the Holy Bible teaches about the same. നാം വായിച്ച വേദഭാഗത്തിൽ In the key verse, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് what the Lord has prepared for the people whom he loves, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. no eye has seen, no ear has heard, did not enter the heart of anybody. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ദൈവം എന്തെല്ലാം ഒരുക്കിയിരിക്കുന്നു. If that being so, we who love that God, what are the things God has prepared? ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ പറയാൻ കഴിയും? How can it is exemplified a person loves God? 1 യോഹന്നാൻ 5-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ As we turn to 1 John chapter 5 with the 3rd verse, ഒരുവൻ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ പറയുന്ന വാക്കുകൾ കൊണ്ടല്ല, when a person loves God, it is not mere the articulation of words, കൈതട്ടി പാട്ടുപാടിയത് കൊണ്ടല്ല, it is not simply clapping and singing. യേശുവിന്റെ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നെന്ന് മാത്രം പാടിയത് കൊണ്ടാകുന്നില്ല. My heart is throbbing with the love of Jesus, not simply singing so. എങ്ങനെയാണ് ഒരുവൻ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നത്? How does a person truly love God? വിശുദ്ധ യോഹന്നാൻ സ്നേഹത്തിന് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. Apostle John, apostle of love, about this love says, വായിക്കാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നല്ലോ ദൈവത്തോടുള്ള സ്നേഹം. this is a command of God that we love him. അത് ഭാരമുള്ളവയല്ല. They are not grievous. ഒരു ഭാരമേറിയ ചുമട് നിങ്ങളെ ഏൽപ്പിക്കുകയല്ല. It is not a heavy burden is laid upon you. വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, Apostle John says there, അത് ഭാരമുള്ളവയല്ല. they are not grievous. എന്താണിത്? What is it? ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. Observing the commandments of God. വചനം പറയുന്നു, Word of God says, കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ഒരു ദോഷവും വരികയില്ല. those who keep the commandments of God will be spared from any harm. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? What is the commandment of God? മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കേണ്ടത് ആവശ്യമത്രേ. It is mandatory. Man must obey the commandment of God. ഈ ലോകത്തിൽ
ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ലോകത്തിന്റെ നിയമങ്ങൾ പലതും പാലിക്കേണ്ടത് ആവശ്യം. We who subsist on this planet of earth, we are expected to follow the rules of the land. ഉദാഹരണമായി നമ്മുടെ സമീപത്തൂടെ കടന്നു പോകുന്ന റോഡിന്റെ പേര് MC റോഡ് എന്നാണ്. For instance, a road that is in front of this Pandal is MC Road, മെയിൻ സെൻട്രൽ റോഡ്. which is main center road. രാജാക്കന്മാരുടെ കാലത്ത് ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു റോഡാണ് പഴയ റോഡ്. During King's rule, this road had been installed. It's an old road. നാഷണൽ ഹൈവേ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ റോഡ്. Before augmenting National Highway, it was set. ഈ റോഡിന്റെ പേര് MC റോഡാണെന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വാഹനം ഓടിച്ചു പോകാൻ സാധ്യമല്ല. When we say this is MC Road, according to the fantasy, we cannot drive the vehicle on this road. മെയിൻ സെൻട്രൽ റോഡിലൂടെ നമ്മുടെ താല്പര്യപ്രകാരം പോകാവതല്ല. Through the main center road, according to our will, we cannot drive the vehicle. ഈ നിരത്തിലൂടെ വാഹനം ഓടിക്കുവാൻ ഒരു നിയമമുണ്ട്. There's a particular rule to be followed to drive a vehicle on this road. ആ നിയമപ്രകാരം ഓടിച്ചു പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. According to the rule, if you drive, there's no problem for you. നിയമം ലംഘിച്ചാലോ If you transgress the law, ശിക്ഷ ഏൽക്കേണ്ടി വരും. you may have to be sentenced. പിഴ ഒടുക്കേണ്ടി വരും. You have to pay the penalty. അപ്പൊ ലോകത്തിൽ നിയമങ്ങളുണ്ട്. There are laws in the world. ലോകപ്രകാരം ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ലോകത്തിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചു പോകണം. According to the worldly system, we have to observe all the laws of the land. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ ഗവൺമെന്റ് നിയമമില്ലേ? If that means so, don't you think that the heavenly government hasn't any rule? നിശ്ചയമായിട്ടും നിയമമുണ്ട്. Truly, there are laws. അതെന്താണ്? What are they? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം. We must be obeying the commandments of God. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? What is the commandment of God? ഒന്നാമതായി ദൈവത്തിന്റെ കൽപ്പനയായി ഒരുവൻ രക്ഷിക്കപ്പെടേണ്ടത് അഥവാ പാപങ്ങളെ ഏറ്റുപറഞ്ഞപേക്ഷിക്കേണ്ടത് ആവശ്യം. Fundamentally, to be saved, a person should confess and forsake his sins. അങ്ങനെ നാം രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വലിയൊരു ശിക്ഷയ്ക്ക് നമ്മൾ അർഹരായി തീരും. Unless we are saved, so we will be condemned to a great indignation and judgment. ഒരു വലിയ ന്യായവിധി വരുവാൻ പോകുകയാണ്. Great judgment is fast approaching. ആ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഇന്ന് രക്ഷാ ദിവസം, ഇത് സുപ്രസാദ കാലം. To be spared from the judgment, this is a blessed day. This is an accepted time of salvation. ഇന്നിപ്പോൾ നമുക്ക് സൗജന്യമായി സുവിശേഷം കേൾക്കാം. Today, freely, we can incline to the voice of God. ആർക്കും കടന്നു വന്ന് കോട്ടയം കൺവെൻഷനിൽ പങ്കെടുക്കാം. Anybody can freely come and attend Kottayam convention. ഞാൻ കോഴിക്കോടെന്ന് പറഞ്ഞു പോയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൺവെൻഷൻ. Last week we had convention at Calicut. That's why I said that. ഏത് കൺവെൻഷനും നിങ്ങൾക്ക് വന്ന് സൗജന്യമായി പങ്കെടുക്കാം. Any convention freely, you can come attend the same. ഇവിടുത്തെ ഇരിപ്പിടങ്ങളെല്ലാം സൗജന്യമാണെന്ന് എനിക്ക് മുമ്പ് പ്രിയപ്പെട്ട ബ്രദർ അനൗൺസ് ചെയ്തു. It has all been announced that all the seating arrangements are free for you. എന്നാൽ ഈ സ്വാതന്ത്ര്യമെല്ലാം എത്രയും വേഗം മാറ്റപ്പെടും. Very nigh, the end of freedom is going to be blotted out. സുവിശേഷം കേൾക്കുവാൻ കൊതിക്കുന്ന ഒരു കാലം വരുമെന്നുള്ളത് കോട്ടയം പട്ടണക്കാർ അറിയാതെ പോകരുത്. Inhabitants of the city of Kottayam, you got to bear in mind, the time is fast approaching. You will be hungering after listening the word of God. ഇന്ന് ഈ സുവിശേഷം സൗജന്യമായി ധാരാളം കേൾക്കാം. Truly, today, freely, this gospel is given you in plenty. ഈ സുവിശേഷം അനുസരിക്കുന്നവർക്ക് ശിക്ഷയിൽ നിന്ന് വിടുതൽ നേടാം. If you obey this gospel, you can find deliverance from the judgment. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? What does the word of God say? സകല ഭൂസിയും ആവാസികളുമായുള്ളവരെ, All the inhabitants of the earth, എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. look unto me, be saved except to me. There is no other God. ഇന്ന് രാത്രികാലം രക്ഷകനായ കർത്താവ് നിന്നെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. Tonight, the Savior Lord is willing to deliver you. ഇത് ഒന്നാമത്തെ ദൈവത്തിന്റെ കൽപ്പനയത്രേ. This is the first commandment of God. പാപിയായ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാവതല്ല. A sinner cannot please God. അതിനായി നാം വിശുദ്ധീകരണം പ്രാപിക്കണം. For the same purpose, we have to attain sanctification. നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടണം. Our body, heart and soul must be sanctified. 1 യോഹന്നാൻ 1 അധ്യായം 6 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, As put on 1 John chapter 1 verses 6 onwards, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനമാകുന്ന വീണ്ടെടുപ്പുണ്ട്. anyone who comes unto Lord Jesus Christ shall find the redemption, which is the forgiveness of his sins. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മൾ ഇല്ലാതെ പോയി എന്ന് യോഹന്നാൻ പറയുന്നു. John says then, if you claim that we haven't committed sin,
there's no truth in us, we deceive ourselves. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. The blood of his son Jesus Christ that cleanses and sanctifies us from all our sins. ആകയാൽ ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്ന ഒന്നാമതായി നാം രക്ഷിക്കപ്പെടേണ്ടതുണ്ട്. Therefore primarily the commandment of God is we must be saved. റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും In the epistle of Romans we read, you have to confess with your mouth that Jesus is Lord. ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. In your heart if you believe that Lord Jesus Christ the Heavenly Father raised him from the dead, then you shall be saved. രണ്ടാമതായി ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് Secondly, the commandment of God is മാമോദീസ അഥവാ മുഴുകൽ സ്നാനമത്രേ. you have to take immersed water baptism. കഴിഞ്ഞ രാത്രിയും അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. Last night to some extent we heard about the truth. ഈ സ്നാനത്തിന് പഴയ നിയമത്തിൽ അനേക ഉദാഹരണങ്ങൾ പറയുവാനുണ്ട്. In the Old Testament many illustrations can be cited for this water baptism. കഴിഞ്ഞ രാത്രിയിൽ നാം ചിലതെല്ലാം കേട്ടുകഴിഞ്ഞു. Last night a few already we could listen to. ഇസ്രായേൽ ജനം മിസ്രയീമിൽ അഥവാ ഈജിപ്തിൽ അടിമകളായിരുന്നു. Israelites were slaves in the land of Egypt. മോശയുടെ നേതൃത്വത്തിൽ അടിമത്തത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടു. Under the captaincy of Moses they were liberated from their captivity. അവരെല്ലാവരും കൂടെ ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ച് ആ ചെങ്കടലിൽ കടന്ന് മറുകരയെത്തി. All experienced the deliverance of God, crossed the Red Sea and came to the other shore. ഇസ്രായേൽ ജനം ചെങ്കടലിൽ കടന്നത് സ്നാനത്തിന് മുൻകുറി എന്ന് വചനം പറയുന്നു. Israelites crossed the Red Sea, there's a type in water baptism. സ്നാനമായപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. Water baptism is not simply removing the unclean nature of the flesh. ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയത്രയെന്ന് അപ്പോസ്തലൻ പറയുന്നു. Versus it is a request to God to have a clear conscience. ആകയാൽ ഈ മുഴുകൽ സ്നാനത്താൽ മാത്രമേ ഒരുവന് വിശുദ്ധീകരണം പ്രാപിപ്പാൻ നീതീകരിക്കപ്പെടുവാൻ കഴിയുള്ളൂ. Therefore, only by this water baptism a person can be justified and attain the free salvation of God. പാപിയായ ഒരു മനുഷ്യൻ കൈപ്പോടും ദുഃഖത്തോടും കണ്ണുനീരോടും തന്റെ പാപങ്ങളെ യേശു കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ അവന്റെ പാപങ്ങളെല്ലാം യേശു കർത്താവ് ക്ഷമിക്കുന്നു. Yes, sinner with the regret, with the malice, with the bitterness, with the heart of penitence, confesses all the sins unto the Lord forgives him. ഇത് അവൻ ചെയ്തു പൂട്ടിയ പാപങ്ങളത്രേ. These are the sins he had already committed. എന്നാൽ അതുകൊണ്ട് മാത്രം അവന്റെ പാപങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം വരുന്നില്ല. With this process alone his sins are not at all forgiven. അവനിൽ മറഞ്ഞു കിടക്കുന്ന മറ്റൊരു പാപമുണ്ട്. There is another sin which is hidden in him. വചനം പറയുന്നു ഇതിന് ജന്മപാപം. Word of God says it is an inbred sin. ഈ ജന്മപാപം മോചിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി. There's only one way for the inbred sin to be forgiven. അതുകൊണ്ടാണ് ക്രിസ്തീയ ഭക്തന്മാർ ഇങ്ങനെ പറയാറുണ്ടല്ലോ. That's why Christian saints used to say പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം. for the remission of sins the only one passage is immersed water baptism. പ്രിയ സ്നേഹിതരെ, Beloved friends, ഈ മാമോദീസ അഥവാ മുഴുകൽ സ്നാനം എന്ന് പറയുന്നത് this water baptism പാപമോചനത്തിന് വേണ്ടിയാണ്. is for the forgiveness of your sin. നിന്റെ ജന്മപാപം മോചിക്കപ്പെടണമെങ്കിൽ If your inbred sin is to be forgiven, നീ മുഴുകൽ സ്നാനം സ്വീകരിച്ചേ മതിയാകൂ. you cannot but take part in this water baptism. ഈ സ്നാനത്തിന് പല വ്യവസ്ഥകൾ ബൈബിൾ പറയുന്നുണ്ട്. Bible prescribes some conditions to this water baptism. അതിൽ ഒന്നാമത്തേത് യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. Of which one is the model exemplified by our Lord Jesus Christ. യോർദാനിൽ യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ When John the Baptist was administering water baptism in the river Jordan, കർത്താവ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. Lord Jesus Christ came closer to him. ഈ ഇറങ്ങി വരുന്നത് യേശു കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ യോഹന്നാൻ വിലക്കി. On understanding that this new person is Lord Jesus Christ, he prevented him. യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? What did Lord Jesus Christ say? യോഹന്നാനെ ഇപ്പോൾ സമ്മതിക്കാൻ സകല നീതിയും നിവർത്തിക്കും നമുക്ക് ഉചിതം. John said, for now this it is meet to fulfill all the righteousness of God. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ച ഐനോനിൽ വളരെ വെള്ളമുണ്ടായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. From John's gospel you understand the ford of Ainon, the place where John the Baptist gave water baptism, plenty water was available. അവിടെ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ കർത്താവായ യേശു സ്നാനമേറ്റു. Under the hands of John the Baptist, Lord Jesus Christ took water baptism there. ഇത് കർത്താവായ യേശു നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. This is a model exemplified by Lord Jesus Christ himself. വിശുദ്ധ പത്രോസ് എന്താണ് പറയുന്നത്? Apostle Peter, what does he say? അവന്റെ കാൽച്ചുവടിലെ പിൻപറ്റുവാൻ നല്ലൊരു മാതൃക വച്ചു പോയി. He has set before us a good model that we may to follow his footsteps.
ആകയാൽ സ്നേഹിതരെ, ഈ മാതൃക, യേശുവിന്റെ മാതൃക നാം പിൻപറ്റേണ്ടതല്ലയോ? Therefore, beloved friends, shouldn't we follow this model, the pattern exemplified by Lord Jesus Christ? ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ മാതൃക ഞാൻ പിൻപറ്റിയിട്ടുണ്ടോ? Tonight, ask yourselves, have I followed this model? ഇത് ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ കൽപ്പനയും അത്രേ. This is a commandment of God. Meanwhile, this is a counsel of God. ഇത് സ്വീകരിച്ചില്ലെങ്കിലോ Unless you accept this, വചനം എന്ത് പറയും നോക്കാം. what does the word of God say? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. He that believes and is baptized shall be saved. വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. He that does not believe shall be condemned. ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഇത് ദൈവത്തിന്റെ വചന സത്യം അനുസരിക്കേണ്ടത്, കൽപ്പന അനുസരിക്കേണ്ടത് ഒരു മനുഷ്യന് ആവശ്യം. To be liberated from the condemnation, it is mandated that a person should obey the commandment of God, the truth of God. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ, Thirdly, when we analyze, ദൈവത്തിന്റെ കൽപ്പനയാകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാം പ്രാപിക്കണം. we must receive the Holy Spirit, which is the commandment of God. ഈ ആരാധനയിൽ അല്പനേരം ആത്മശക്തിയാ നിറയുവാനായിട്ട് നമ്മൾ എടുക്കുകയുണ്ടായി. During the course of this meeting, we took a short while to be filled by this power of anointing. എന്തിനാണ് ഈ പെന്തക്കോസ്തുകാരുടെ കൂടെയൊക്കെയും ഈ ആത്മനിറവ്? Why all the gatherings of the Pentecostal people witness this spiritual experience? പ്രിയ പാസ്റ്റർ ആരംഭത്തിൽ പറഞ്ഞു, പെന്തക്കോസ്ത് ആത്മാവ് ഉള്ളവരത്രേ പെന്തക്കോസ്തുകാർ. Our distinguished pastor just mentioned that those who have the spirit of Pentecost are the Pentecostal people. ആകയാൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് എല്ലാവരും പ്രാപിക്കേണ്ടതത്രേ. Therefore, the power of the Holy Spirit, all people must receive. ഈ പരിശുദ്ധാത്മ പകർച്ച ആദ്യമായി ഉണ്ടായ സന്ദർഭത്തിൽ When the first time this Holy Spirit was shed abroad, കൂടി വന്നവരോട് അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. Apostle Peter stood up in the midst of people gathered and preached. അവരിൽ ഒരു കൂട്ടർ ചോദിച്ചു, ഈ അനുഭവം പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? Among them, one man asked, to have this experience, what must we do? പത്രോസ് അപ്പോസ്തലർക്ക് മറുപടി കൊടുത്തു. Apostle Peter extended a response. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, The same is recorded in Acts of Apostles chapter 2. നിങ്ങൾ മാനസാന്തരപ്പെട്ട് Repent നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി for the remission of your sins. ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. Each one take baptism in the name of Jesus Christ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കൂ. Then you shall receive the gift of the Holy Ghost. ഇത് ദൈവത്തിന്റെ ദാനമത്രേ. This is the gift of God. ഇത് ആർക്കാണ് ലഭിക്കുന്നത്? Who shall be given this? വിശ്വസിക്കുന്നവർക്ക്, Those who believe, കാത്തിരിക്കുന്നവർക്ക്, those who tarry, ഒരുക്കപ്പെടുന്നവർക്ക്. those who prepare. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൺവെൻഷനിൽ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് യോഗം നടത്തുന്നുണ്ട്. That's why special sessions are categorized during a convention for this Holy Ghost. അതിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. Two things take place there. ഒന്ന്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. One, those who haven't been anointed, they receive this anointing. രണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ആത്മശക്തിയെ പുതുപ്പിച്ചുകൊണ്ടേയിരിക്കണം. Second, the anointed, they keep on renewing the spirit in their life. അതെന്തിനു വേണ്ടിയാണ്? What for? ആത്മാവെന്ന ആദിദാനം ലഭിച്ചവരായ നമ്മൾ We who receive the first fruit of the Spirit, നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു വന്ന് റോമാലേഖനം 8:23 വായിക്കുന്നു. Romans chapter 8 verse 23 says, we are groaning within for the redemption, which is the adoption of this body. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ജനം ആത്മശക്തിയെ പുതുപ്പിച്ചുകൊള്ളണം. The people of God that receive this power of anointing should be quickened in the Holy Spirit of God. ഈ ആത്മശക്തിയാണ് മരിച്ചടക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഒരു ദൈവത്തിന്റെ പൈതലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശക്തി. It is spiritual power that is able to raise up, quicken a person from the dead. ഈ ആത്മശക്തി അത്രേ ഒരു ദൈവത്തിന്റെ പൈതലിനെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. It is a spiritual power that's able to effect a transformation in the life of a child of God. കർത്താവായ യേശുവിന്റെ കാഹളം എത്രയും വേഗം ധ്വനിക്കൂ. Very soon the trump of God is going to be shouted. ഈ അനുഭവങ്ങൾ പ്രാപിച്ചവർ ആ ശ്രേഷ്ഠത പ്രാപിപ്പാൻ പോകുകയാണ്. Those who possess all these experiences are going to put on that excellent nature. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച പ്രിയപ്പെട്ടവർ, The beloved ones who have received this power of anointing, ലോകത്തിൽ വേർപാടിൻ ജീവിതം
ജീവിതം അനുഷ്ഠിക്കണം. They must observe a life of separation in this world. ദൈവത്തിന്റെ വചനം പറയുന്നു ലോകത്തിനൊരു വേർപെട്ട ജീവിതം ആവശ്യം. The word of God prescribes you have to observe a life of separation in this world. ഈ വേർപാട് ജീവിതം നമ്മെ ആത്മീയ പുഷ്ടിയുള്ളവരാക്കി മാറ്റുന്നു. This life separation makes us fat in the spiritual journey. ലോകത്തിൽ നിന്നും ലോകക്കാരിൽ നിന്നുള്ള വേർപാട്, Separation from the world and the worldly people. ആ വേർപാടിൻ ജീവിതത്താൽ നമുക്ക് വലിയ അനുഗ്രഹവും സമാധാനവും പ്രാപിക്കാം. By that life of separation we can have immense blessings and total peace. വിശുദ്ധ വേദം ആ വേർപാടിനെ കുറിച്ച് വ്യക്തമായ ഉപദേശം തരുന്നുണ്ട്. Holy scripture gives us specific conditions about that holy life. അത് മാത്രമല്ല, Moreover, ഈ അനുഭവങ്ങളിലേക്ക് വന്നവർക്ക് ഒരു കൂട്ടായ്മയുടെ ബന്ധം ആവശ്യം. those who visited these experiences should follow the necessity of a fellowship. അവർ തികവിലേക്ക് എത്തണമെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ബന്ധം അവർക്ക് ആവശ്യം. To reach unto perfection, they need to have a fellowship. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, Coming to Acts of Apostles chapter 2, we read, അവർ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ ആചരിച്ചും they observed the fellowship of the apostles, പ്രാർത്ഥന കഴിച്ചും അപ്പം നുറുക്കിയും പോന്നു. prayed, broke the bread, and engaged in all these things. പ്രിയ ദൈവത്തിന്റെ ജനമേ, സ്നേഹിതരെ, Wherever people of God, dear friends, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും കൂട്ടായ്മയിലുമാണോ? the congregation in which you are taking part, whether it is in the fellowship or in the true spirit of God, നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. do not have any error of understanding. ഇത് ആദ്യ അപ്പോസ്തലന്മാരുടെ ഉപദേശമത്രേ. This is the doctrine of the first apostles. ഇത് പത്രോസ് അപ്പോസ്തലന്റെ ഉപദേശമാണ്. This is the doctrine of Apostle Peter. ഇത് യോഹന്നാൻ അപ്പോസ്തലന്റെ ഉപദേശമാണ്. This is the doctrine of Apostle John. ഇത് യാക്കോബ് അപ്പോസ്തലന്റെ ഉപദേശമാണ്. This is the doctrine of Apostle James. അതേ ഉപദേശം ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. The same doctrine is propounded in your midst right now by us. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും കൂട്ടായ്മയിലേക്കും കടന്നു വരുവീൻ. Step into the apostolic fellowship and the unity of God. കർത്താവായ യേശു അവരെയാണ് ഏൽപ്പിച്ചത്. It has been committed unto them by Lord Jesus Christ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ Matthew's Gospel chapter 28, the last verse. കർത്താവായ യേശു അപ്പോസ്തലന്മാരെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത്. This responsibility had been confided unto the apostles by Jesus Christ. അവർ ഇന്നും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. Even today, they keep on accomplishing the same mission. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുവീൻ. Therefore, beloved people of God, come into these glorious experiences. എങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. Not only you can say you love God. എന്താണ് നാം വായിച്ചത്? What do we read? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. What God has prepared for them that He loves. അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. They must be loving God. അവരെ ദൈവം സ്നേഹിക്കുന്നു. In turn, God loves them. അവർക്ക് വേണ്ടി ദൈവം വിശേഷിക്കപ്പെട്ടവ ഒരുക്കിയിരിക്കുന്നു. God has prepared everything special for them. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. No eye has seen, no ear has heard, did not enter in the heart of anybody. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ദൈവം എന്താണ് ഒരുക്കുന്നത്? Beloved ones, for them, what is being prepared by the Lord? പഴയ ഭക്തന്മാർ ഒരുവനായ ആസാഫ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടി. Asaph in the pages of Psalms, Old Testament saint sings a song. സങ്കീർത്തനം 73:23. Psalm 73, verse 23. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? Who is there for me in heaven? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. Except thee, I do not deserve anybody on the earth. പ്രിയ ദൈവത്തിന്റെ ജനമേ, സ്നേഹിതരെ, Beloved people of God, dear friends, അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. while it's on this earth, they have a hope. എന്താണ് അവരുടെ പ്രതീക്ഷ? What is their hope? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിനായി ജീവിക്കുക, While it on this earth, live life unto the Lord. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. Do the will of God. വായിക്കാം 73:23. 73 verse 23. 25. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല I desire nothing beside thee. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വസിക്കുമ്പോഴും ദൈവം മാത്രം. Which means while it on this earth, God alone is a trust. അതുകൊണ്ട് കുടുംബം വേണ്ട എന്നല്ല, It doesn't mean you have to forsake your family. ഭാര്യയോ ഭർത്താവോ വേണ്ട എന്നല്ല, It doesn't mean you have to disown husband or wife. മക്കളോ കൊച്ചുമക്കളോ വേണ്ട എന്നല്ല. It doesn't mean you have to disinherit your children or grandchildren. മുഖ്യ സ്ഥാനം
പ്രധാനം ദൈവത്തിനെന്നർത്ഥം. But fundamental importance must be attributed to God. അവർ അപ്രകാരം ക്രിസ്തുവിന്റെ സാക്ഷികളായി ഇവിടെ ജീവിക്കുന്നു. In such a fashion, they bear witnesses unto God. അവർ സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നു. Joyfully, they accomplish Christian life. അതുകൊണ്ടാണ് അവർ പാടുന്നത്, That's what they sing. എനിക്ക് ആനന്ദം എന്താനന്ദമുണ്ട്, മക സന്തോഷം എന്തുല്ലാസമുണ്ട്, എനിക്ക് ആനന്ദം എന്താനന്ദമുണ്ട്, മക സന്തോഷം എന്തുല്ലാസമുണ്ട്, എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നോ. കൈയടിച്ച് പഠിക്കട്ടെ. എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നോ. ഒരിക്കൽ കൂടെ, എനിക്ക് ആനന്ദം എന്താനന്ദമുണ്ട്, മക സന്തോഷം എന്തുല്ലാസമുണ്ട്, എനിക്ക് ആനന്ദം എന്താനന്ദമുണ്ട്, മക സന്തോഷം എന്തുല്ലാസമുണ്ട്, എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടെന്നോ. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത്? What is the Lord prepared for the people whom He loves? നാം കർത്താവിനെ പിൻപറ്റുന്നെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ഒരുക്കിയിട്ടുണ്ട്. If we follow the Lord has prepared some salient things for us. ഈ ദുഷ്ടലോകത്തിൽ ആത്മീയമായി ആത്മീയ സന്തോഷത്താൽ നിറഞ്ഞ് സന്തോഷപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയുന്നു. In this wicked world, we shall be filled with the spiritual joy, whereby we are able to accomplish a happy life. അതിനെക്കുറിച്ച് മറ്റൊരു പാട്ടുകാരൻ പാടിയത് അല്ലലില്ലാതെ ഉല്ലാസമോടുള്ള ജീവിതമെന്നാണ്. And the lyricist sings about that, and that is happy life, devoid of any kind of hardships. അനേകർ ഭാരങ്ങളിലും ദുഃഖങ്ങളിലും മുങ്ങിപ്പോകുമ്പോൾ ദൈവവചനത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. When many people are married into sorrows and sufferings, touching a child of God, there is a sound hope. എന്റെ ക്രിസ്തീയ ജീവിതം ആനന്ദകരമത്രേ. My Christian life is full of gladness. ദൈവമക്കൾ സന്തോഷത്തോടെ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. People of God with total joy press on their journey. നമുക്ക് മുമ്പ് സാറപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരുന്നു, പാസ്റ്ററപ്പച്ചൻ ഉണ്ടായിരുന്നു. Before us there was a pastor who was named Sar Pastor. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, He would say, മക്കളെ അപ്പച്ചൻ കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. the grandfather is riding on the horse. ഫെയ്ത്തോമനൊരു കുതിരയൊന്നും ഇല്ല. No horse in the faith home then. കുതിരയെ വാങ്ങിക്കാനുള്ള പണമൊന്നില്ല. No money to buy a horse even. താൻ ആത്മശക്തിയാൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. He was one being filled by the spiritual power. താൻ കൂടുതലുള്ളവർ പറയുകയാണ്, With the neighbors he would say, മക്കളെ അപ്പച്ചൻ കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. Children, I'm riding on the horse. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ ജീവിതമാണ്. Spiritual life is a life of total contentment. സന്തോഷകരമായ ജീവിതം. A life full of joy. അത് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതിലും ശ്രേഷ്ഠമത്രേ. It is something galloping and excellent. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, Beloved people of God, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷകരമായ ഒരു ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ കഴിയുന്നു. while in this world we are able to accomplish a life of joy. മാത്രമല്ല ദൈവത്തിന്റെ വചനത്തിൽ പ്രതീക്ഷയുണ്ട്. In furtherance, touching a child of God, there is a sound hope. എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നതിനാൽ ദൈവം എനിക്ക് വേണ്ടി ഇതാ കരുതിയിട്ടുണ്ട്. As I love my God, the Lord has cared for me. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. My God has prepared for me. എന്താണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്? What does the Lord treasured for you? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ Luke's Gospel chapter 10 verse number 20. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു, നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിപ്പീൻ. Basically, as the name is written in heaven, joyful. യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, Jesus tells his disciples, ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. disciples say, even demons are submissive to us. അവരെ ഈ രണ്ട് പേരായിട്ട് യേശു സുവിശേഷ പ്രചരണത്തിനായ യേശു. Lord Jesus sent the disciples a pair to provide the gospel.
അവർ പോയി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. They went and prayed for many. രോഗികൾ സൗഖ്യമായി. Sick people got healed. ഭൂതബാധിതരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോയി. Demons departed. സന്തോഷത്തോടെ മടങ്ങി വന്നവർ യേശുവിനോട് പറയുകയാണ്. With joy they returned. They report Jesus now. ആദ്യമായുള്ള അനുഭവമാണ്. That is the first experience. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു യേശുവിനോട് പറഞ്ഞു. Even demons obey us. യേശു എന്താണ് അവരോട് പറഞ്ഞത്? What did Jesus say? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല പ്രിയരേ. It is not that demons obey you. നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പീൻ. Rejoice as your name is written in heaven. ഒരു വിശ്വാസിക്ക് അവകാശപ്പെടാനുള്ളത് എന്താണ്? What is the claim that a child of God can have? സ്വർഗ്ഗത്തിൽ എന്റെ പേരുണ്ട്. My name is written in heaven. ഞാൻ എന്റെ യേശുവിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നു. I do the will of my Jesus. എന്റെ പേർ സ്വർഗ്ഗത്തിൽ ആലേഖനം ചെയ്തിരിക്കുകയാണ്. My name has been registered in heaven. ബൈബിൾ പറയുന്നു സ്വർഗ്ഗത്തിൽ ചില പുസ്തകങ്ങൾ അഥവാ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുണ്ട്. The Bible says in heaven some books, some registers are kept. അതേ അത് സത്യമായ കാര്യമത്രേ. That is the true thing. ഒരുവൻ രക്ഷാനിർണയം പ്രാപിക്കുമ്പോൾ When a person gets the assurance of salvation, അവന്റെ പേര് ജീവപുസ്തകത്തിൽ ആലേഖനം ചെയ്യുന്നു. his name is registered in the book of life. ഒരുപക്ഷെ പഞ്ചായത്തിൽ നിന്റെ പേര് കണ്ടേക്കാം. Sometimes your name is written in the panchayat. അല്ല മുനിസിപ്പാലിറ്റിയിൽ പേര് കണ്ടേക്കാം. Sometimes your name is found in the municipality. സ്വർഗ്ഗത്തിൽ പേരുണ്ടോ? Do you have your name in heaven? ഇതാ യേശു പറയുന്നു. Behold, Jesus says, നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. rejoice as your names are written in heaven. ഒരു ദൈവത്തിന്റെ പൈതലിന് ധൈര്യമായിട്ട് പറയാൻ കഴിയോ? Only a child of God can claim, സ്വർഗ്ഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ട്. in heaven, in the book of life, my name is written. അവരെത്ര ഭാഗ്യശാലികളാണ്. Indeed, they're so blessed. രണ്ടാമതായിട്ട് Secondly, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? what does the Lord prepare for the people whom He loves? രക്ഷിതാവായ യേശു ക്രിസ്തു നിനക്ക് സ്വർഗ്ഗത്തിലുണ്ട്. There is Savior Jesus Christ for you in heaven. ഫിലിപ്പി ലേഖനം 3-ാം വാക്യം വായിക്കുമ്പോൾ Epistle of Philippians chapter 3 verse number 20. അവിടുന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും നാം കാത്തിരിക്കുന്നു എന്ന് വായിക്കുന്നു. We are waiting from there. Lord Jesus Christ shall appear as a Savior. ഇതിനെക്കുറിച്ച് റോമാലേഖനം 8-ാം എന്താണ് താൻ പറയുന്നത്? About this Romans chapter 8, what does he say? 34-ാം വാക്യം വായിക്കുമ്പോൾ Verse number 34. കർത്താവായ യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗത്ത് നിന്ന് ജീവിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. Lord Jesus Christ died, buried, rose up. He ascended to the right hand side of the Heavenly Father. Even today, He is making intercessions for us. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു സമർത്ഥനായ വക്കീൽ എന്ന പോലെ കർത്താവായ യേശു സ്വർഗ്ഗത്തിലുണ്ട്. As an experienced advocate, Lord Jesus Christ is in the presence of the Father, making intercessions for you and me. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. വീണ്ടും ഫിലിപ്പി ലേഖനം 3-ാം നാം വരുമ്പോൾ Again, as we turn back to Philippians chapter 3, 20-ാം വാക്യത്തിൽ തന്നെ മറ്റൊരു വസ്തുത നമുക്ക് കാണുവാൻ കഴിയുന്നു. verse 20, we come across another truth. അങ്ങനെയുള്ളവർക്ക് സ്വർഗ്ഗത്തിന് പൗരത്വമുണ്ട്. Such have got commonwealth in heaven. ഒരു ദൈവത്തിന്റെ പൈതൽ സ്വർഗീയ പൗരനാണ്. A child of God has got the conversation in heaven. പ്രിയ ദൈവമക്കളെ, നമ്മൾ എത്ര ഭാഗ്യശാലികളാണ്. Beloved people of God, indeed, we are the most privileged. സ്വർഗ്ഗത്തിൽ നമുക്ക് പൗരത്വമുണ്ട്. We have got the citizenship in heaven. ഈ ഇന്ത്യയിലെ നാം ഒരു പൗരനാണ്. We are a subject in India. എന്നാൽ സ്വർഗീയ പൗരൻ എന്ന് പറഞ്ഞാൽ എത്ര വിലയാണ്. Conversation in heaven, so precious it is. എത്ര മാന്യതയാണ്. So honorable it is. ഈ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും എനിക്ക് സ്വർഗ്ഗത്തിൽ പൗരത്വമുണ്ട്? Beloved members of this congregation, how many of you can claim that my conversation is also in heaven? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ പൗരത്വം നൽകുകയാണ്. God is providing a conversation for you whom He loves. ഇത് ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് പ്രാപിക്കാം. Without spending any penny, you can have this experience. കർത്താവായ യേശുവിന്റെ സൗജന്യമായി നമുക്ക് നേടിയെടുക്കാം. You can win this experience freely from Lord Jesus Christ. അത് മാത്രമല്ല, Moreover, എബ്രായ ലേഖനം 6-ാം 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ as we turn to Hebrews chapter 6 verse number 19, കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടല്ലോ, yesterday night we listened to the truth. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. That's a great hope for us. ആ പ്രത്യാശ ആത്മാവിന്റെ നങ്കൂരം തന്നെ. That is the anchor of the soul. അത് നിശ്ചയമാണ്, സ്ഥിരതയുള്ളതാണ്, തിരശ്ശീലയ്ക്ക് ഉള്ളിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നതുമാണ്. That is sure and steadfast, that it causes us enter within the veil.
ഒരു ദൈവത്തിന്റെ പൈതലിന് ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. The child of God has got a blessed hope. എന്താണ് ആ പ്രത്യാശ? What is that hope? താമസവിന്റെ തിരശ്ശീലയ്ക്കുള്ളിലേക്ക് നാം കടക്കും. When we are going to enter within the veil. പഴയ നിയമത്തിൽ മഹാപുരോഹിതന് എപ്പോഴും അതിപരിസരത്ത് കടക്കുവാൻ സാധ്യമല്ല. In the Old Testament, the high priest could not find access to the most holy place always. ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അവന് പ്രവേശനമുള്ളൂ. Once a year only he could get the access. മഹാപുരോഹിതനായാൽ പോലും ആണ്ടിൽ ഒരിക്കലേ പ്രവേശനമുള്ളൂ. Even though he was a high priest, once a year he could find the entrance. ഇവിടെ ഇതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം Here through our Lord Jesus Christ, നമുക്കെല്ലാവർക്കും തിരശ്ശീലയ്ക്കുള്ളിലേക്ക് കയറാം. we all can enter within the veil. നാം എത്ര ഭാഗ്യശാലികൾ. We are so fortunate indeed. പ്രിയ ദൈവത്തിന്റെ ജനമേ, Beloved people of God, നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. there is a blessed hope for us. എത്രയും വേഗം തിരശ്ശീലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കും. Without much delay, we are going to enter within the veil. അവിടെയാണ് നമ്മുടെ അവകാശം. It is there our inheritance is laid up. മാത്രമല്ല, Moreover, വീണ്ടും നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ when we refocus our attention on to the word of God, എഫേസ്യ ലേഖനം 6-9 വാക്യത്തിൽ Ephesians chapter 6 verse number 9, ഇതാ അവിടെ നമുക്കൊരു യജമാനനുണ്ട്. behold, we have got a master there. ലോകത്തിലുള്ള യജമാനന്മാരെ പോലെ അല്ലെന്ന് പൗലോസ് പറയുന്നു. Saint Paul says he is different from the worldly masters. എന്താണ് ഈ സ്വർഗീയ യജമാനന്റെ പ്രത്യേകത? What's the salient feature of this heavenly master? പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി വെച്ചു, Apostle Paul writes so, ഈ യജമാനന്റെ പക്കൽ മുഖപക്ഷമില്ല. he does not have the respect of persons. അവൻ മുഖം നോക്കുന്നില്ല. He is impervious. അവൻ പൊക്കം നോക്കുന്നില്ല. He does not bother about the height. അവൻ നിറം നോക്കുന്നില്ല. Doesn't bother the color. തെക്കോ വടക്കോ നോക്കുന്നില്ല. Doesn't bother the direction. അവൻ ആരാണ്? Who is he? എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? What does the person say? അവന്റെ പക്കൽ മുഖപക്ഷമില്ല. No respect of persons with him. ഓ, ഇങ്ങനെ യജമാനൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. We are get a master in heaven. ഈ യജമാന്റെ അടുക്കലേക്ക് എത്രയും വേഗം നാം എത്താൻ പോകുകയാണ്. We are going to reach this presence of the Holy Master very soon. ആ നല്ല യജമാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അത്രേ. That good master is indeed our Lord Jesus Christ. അവന്റെ അടുക്കലേക്ക് നാം എത്രയും വേഗം എത്തിച്ചേരും. Very soon we are going to reach his presence. അവൻ ഒരിക്കലും മുഖപക്ഷം കാണിക്കുകയില്ല. He will not have any kind of partiality. പ്രിയ ദൈവമേ, പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാം. All of the people of God with hope, let us march forward. എബ്രായ ലേഖനം 11 നാം പോയാൽ When we move to Hebrews chapter 11, 10 വാക്യത്തിൽ വായിക്കുന്നു, importantly verse number 10, അവിടെ നമുക്കായൊരു നിത്യമായ നഗരം ഒരുക്കുന്നു. he is preparing an everlasting city there for us. ഒരു ദൈവപദത്തിന്റെ പ്രതീക്ഷ ഏതാണ്? That is the expectation of a child of God. നിത്യമായൊരു പാർപ്പിടം നമുക്കുണ്ട്. There is an eternal dwelling place for us. സഭയുടെ പ്രതീക്ഷ എന്താണ്? What is the hope of the church? നമുക്ക് വേണ്ടി കർത്താവായ യേശു ഒരു നഗരം ഒരുക്കുന്നുണ്ട്. Lord Jesus Christ is preparing a city for us. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു Lord Jesus Christ died, was buried and rose up. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്രകാരം പറഞ്ഞു, Before his ascension he kept. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. I go to prepare a place for you. സ്ഥലമൊരുക്കിയാൽ പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. Once a place is prepared, I shall come again and gather you unto myself. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരു പാർപ്പിടം ഒരുക്കാൻ പോയിരിക്കുകയാണ്. Lord Jesus Christ is gone, he not prepare a dwelling place for us. ഈ പാർപ്പിടത്തെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചിട്ടുണ്ട്. In the Holy Spirit of God, Saint John in the book of Revelation writes about this abode. അതിനെ വിശദമായി യോഹന്നാൻ വിശദീകരിക്കുകയാണ്. In detailed terms, Saint John speaks about it. 21 അധ്യായം Chapter 21, അതിന്റെ 2, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ verses 2, 10 and 12. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ദൈവതേജസ്സോടെ ഇറങ്ങുന്നതായി ഞാൻ കണ്ടു. I saw the holy city, New Jerusalem, as if adorned for a husband, coming down from heaven, from the presence of God, New Jerusalem. അവനെ ആത്മവിശുദ്ധയിൽ ഒരു ഉയർന്നൊരു വൻമലയിലേക്ക് കൊണ്ടുപോയി. In the spirit he took me upon a high mountain. ഇതാ ഒരു വിശുദ്ധ നഗരത്തെ തനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. Behold, a holy city is shown to him. ഇവിടെ എന്താണ് നാം വായിക്കുന്നത്? What do we read in this passage? ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട ഒരു മണവാട്ടിയെ പോലെ, Like a bride adorned for her husband.
ഒരു പുതുമണവാട്ടി എപ്രകാരം അലങ്കരിക്കപ്പെടുമോ, a bride in which fashion she is adorned, അതുപോലെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഒരു പട്ടണം. after this similitude, a spectacular city which has been decorated. അതൊരു ചെറിയ പട്ടണമല്ല. It is not a small city. അപ്പോസ്തലനായ യോഹന്നാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. Apostle John elaborates about the same. അത് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. It is beyond our imagination. ഞങ്ങൾക്ക് മുമ്പ് സാക്ഷി പറഞ്ഞ ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞല്ലോ, At the time of the testimony that brother narrated, KK എക്സ്പ്രസിൽ താൻ ഡൽഹിക്ക് പോയി പോലും. he went to Delhi in KK Express. എന്താണ് KK എക്സ്പ്രസ്? What do you mean by KK Express? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ. Kashmir to Kanyakumari. നോക്കുക, See, പുതിയ യെരൂശലേമിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ in the book of Revelation, what we read about this New Jerusalem, അതിന്റെ നീളം ഇത്രയധികമാണ്. it is mentioned about the length of the same, ആകയാൽ അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ദൂരം, which means the length is similar to Kanyakumari to Kashmir. നഗരം സമചതുരമായി കിടക്കുന്നു. The city is for square. ആ മഹാനഗരം That great city, കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. the Lord is preparing for his own church. ഈ നഗരത്തെ കുറിച്ച് അനവധി കാര്യങ്ങൾ 21, 22 അധ്യായങ്ങൾ നമുക്ക് കാണാം. In chapter 21 and 22, we read about many things about this city. യോഹന്നാൻ ആത്മാവിൽ ഇങ്ങനെ എഴുതി വെച്ചു, In the spirit, John records, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. behold, the tabernacle of God is with man. He is going to dwell with them. ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. God himself shall be their own God. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. He shall wipe away tears from their eyes. ഇനി മരണം ഇല്ലേ ഇല്ല. There is no more death. ഇനി ദുഃഖവും മുറവിളിയുമില്ല. There is no more lamentation, no more sorrow. ആ മനോഹര സൗധത്തിൽ ദൈവസഭ അവകാശം പ്രാപിപ്പാൻ പോകുകയാണ്. In that sublime city, the church of God is going to find its inheritance. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മനോഹരമായ പാർപ്പിടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. The Lord is preparing a beautiful mansion for the people whom he loves. അതിന്റെ ജ്യോതിസ് വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു എന്ന് വായിക്കുന്നു. The radiance is like unto the jasper that is so brilliant in its structure. ഇതെത്ര ശ്രേഷ്ഠമേറിയ അനുഭവം അത്രേ. Really, it's a glorious experience. ആ നഗരത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ You ought to enter the city. ഇവിടെ വെച്ച് ദിവ്യ സ്വഭാവങ്ങളാൽ നാം പണിയപ്പെട്ടേ മതിയാകെയുള്ളൂ. While at here, we must be built with the divine characteristics. ആയതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടേണ്ടത്. For the same purpose, we must be guided by the Holy Spirit. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടത്. We must get the sanctification of the Spirit. അവത്തിൽ ആത്മാവിനാൽ നടത്തപ്പെട്ട വിശുദ്ധീകരണം പ്രാപിക്കുന്നവർക്കാണ് Those who are guided by the Spirit of God attain sanctification. നിത്യതയിൽ പുതിയ യെരൂശലേം അവകാശമാക്കുവാൻ കഴിയുന്നത്. Will be able to inherit New Jerusalem in eternity. 21 അധ്യായം 23 വാക്യം വായിക്കുമ്പോൾ Verse number 23 of chapter 21. അവിടെ പ്രകാശിക്കുവാൻ സൂര്യന്റെ വെളിച്ചമോ ചന്ദ്രന്റെ വെളിച്ചമോ നക്ഷത്രത്തിന്റെ വെളിച്ചമോ ആവശ്യമില്ല. The light of the sun or the moon or the stars not required there to give light. ദൈവത്തിന്റെ തേജസ് അവിടെ പ്രകാശമായിരിക്കും. Because the glory of God is radiating there. ദൈവത്തോടു കൂടെ ദൈവത്തിന്റെ സഭയും അവിടെ പ്രകാശം കൊടുക്കും. Along with the Lord, even the church of God is emanating light there. അവിടെ സൂര്യന്റെ ആവശ്യമില്ല. No need for the sun. അവിടെ ചന്ദ്രന്റെ വെളിച്ചം വേണ്ടേ വേണ്ട. No need for the light of the moon. അവിടെ നക്ഷത്രം ആവശ്യമില്ല. No star is required there. ദൈവത്തിന്റെ തേജസ്സിനെ പ്രകാശിപ്പിക്കും. It's the glory of God that illumines the city. ഹല്ലേലൂയ. മാത്രമല്ല ഈ നഗരത്തെ കുറിച്ച് വായിക്കുമ്പോൾ In furtherance, when we read about this city, ഈ നഗരത്തിന് പൊക്കമുള്ള ഒരു വൻമതിലുണ്ട്. it has got a tall wall. ആ മതിലിൽ 12 ഗോപുരങ്ങളുണ്ട്. It has got a 12 towers. അതിന്റെ പണിയെല്ലാം വിശേഷിക്കപ്പെട്ടതെന്ന് 18 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. In verse number 18 we read, all the works are something special. സാധാരണ ഒരു മതിൽ പോലെ അല്ല. It is not like the ordinary wall. പിന്നെ എന്താണ് നാം വായിക്കുന്നത്? What do we read from here? മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. The wall that is was jasper and it is like the chrysolite. ഇത്ര വിശേഷിക്കപ്പെട്ട മതിലാണെങ്കിൽ
If it is so special one, നഗരം എത്ര മനോഹരമായിരിക്കും, the city, how more sublime it shall be, അതെത്ര ശ്രേഷ്ഠമായിരിക്കും. how far more excellent it shall be. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. 16-ാമത്തെ വാക്യത്തിൽ In verse number 16, നഗരം സമചതുരമായിരിക്കുന്ന കാണുന്നു. we understand the city lies four square. ഇത് എന്തിനെ വെളിപ്പെടുത്തുന്നു? What does it typify? ക്രിസ്തുവിന്റെ 4 വിധമായ സ്വഭാവ വിശേഷത. It speaks about the four attributes of the character of Christ. ഈ വിശേഷതകൾ സഭ പ്രാപിച്ചാൽ If the church puts on these attributes, സഭയ്ക്ക് പുതിയ യെരൂശലേം അവകാശമാക്കാം. they can inherit New Jerusalem. 4 സുവിശേഷങ്ങൾ ക്രിസ്തുവിന്റെ 4 വിധമായ പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു. Four gospels speak about the four perfections of Christ Jesus. ഇവ ഓരോ ദൈവമൈതലും പ്രാപിക്കുന്നു എങ്കിൽ Every child of God, if he puts on these attributes, അവർക്ക് നിത്യതയിൽ പുതിയ യെരൂശലേമിൽ അവകാശമുണ്ട്. in eternity, they will find inheritance in New Jerusalem. അതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? For the same purpose, what must we do? കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവഹിതം ചെയ്യുവാനുള്ള ഒരുക്കം. We must be prepared to do the will of God for Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ താഴ്മ മനോഭാവം. We must put on the humility, the mindset of Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വലിയ സ്നേഹം, The great love that was found in Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വിശുദ്ധിയെ കുറിച്ചുള്ള വൈരാഗ്യം, The zeal about holiness that was palpable in Jesus Christ. ഇവ പ്രാപിക്കുന്നവരാരോ അവരാണ് നിത്യതയിൽ പുതിയ യെരൂശലേം അവകാശമാക്കാൻ പോകുന്നത്. Whosoever attains these attributes in eternity, he is going to inherit New പ്രിയ Jerusalem. ദൈവമൈതലേ, നാം എത്ര ഭാഗ്യശാലികൾ. Relevant people of God, indeed, we are so much fortunate. 21-25 വായിക്കുമ്പോൾ Chapter 21, verse 25. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. The gates shall not be shut during the daytime. അടുത്തായിട്ട് എന്താണ് വായിക്കുന്നത്? What is continued there? രാത്രി അവിടെ ഇല്ലല്ലോ. There's no more night. രാപ്പകൽ ഭേദമില്ലാത്ത നഗരം. The city without a distinction as to day or night. അവിടെ നാം എന്ത് ചെയ്യാൻ പോകുന്നു? What are we going to do there? പ്രിയ ദൈവത്തിന്റെ പൈതലേ, Beloved child of പ്രിയ God, യുവതി യുവാക്കളെ, beloved young gentlemen, പ്രിയ സ്നേഹിതരെ, beloved friends, കർത്താവായ യേശു നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യതയിലെ പാർപ്പിടമുണ്ട്. this eternal city about Lord Jesus Christ is preparing for us. അവിടെ നാം കർത്താവിനെ എന്നും എന്നേക്കും സ്തുതിസ്തോത്രം അർപ്പിപ്പാൻ പോകുകയാണ്. Ever and ever we are going to offer thanks and praises to God. നാം എന്നും എന്നേക്കും അവന് കീർത്തനങ്ങൾ പാടുവാൻ പോകുകയാണ്. Ever and ever we are going to sing hymns unto Him. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of God. ഈ നഗരത്തിന് കേന്ദ്ര സ്ഥാനമുണ്ട്. The city has got the capital. ആ കേന്ദ്ര സ്ഥാനത്തെ സിയോൻ എന്ന് വിളിക്കുന്നു. That capital is called Zion. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ Book of Revelation chapter 14. അവിടെ പ്രവേശനം ലഭിക്കുന്നവരുടെ വിശേഷതകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. We read about the attributes of the people who find access there. പ്രിയ ദൈവത്തിന്റെ ജനമേ, Beloved people of God, നമ്മുടെ പ്രതീക്ഷ എന്താണ്? what is our hope? കർത്താവായ യേശു നമുക്ക് വേണ്ടി ഒരു പട്ടണം ഒരുക്കുന്നുണ്ട്. Lord Jesus Christ is preparing a city for us. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്നത്. What is preparing for the ones who He loves? അതൊരു കണ്ണ് കണ്ടിട്ടില്ല, No eye has seen, ഒരു ചെവി കേട്ടിട്ടില്ല, no ear has heard, ഒരു മനുഷ്യ ഹൃദയത്തിനും തോന്നിയിട്ടില്ല. did not enter the heart of any human heart. എന്നാൽ ഇവിടെ പ്രവേശനം ലഭിക്കണമെങ്കിൽ In order to find entrance here, നാം ആരായിരിക്കണം? who should we be? നാം വിശുദ്ധരായിരിക്കണം. We need to be holy. കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്തവരായിരിക്കണം. We must be free from spot, wrinkle or any such thing. എന്നാൽ വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിൽ Book of Revelation chapters 21 and 22. 2 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, In 2 verses it is registered. അവിടെ ആർക്കൊക്കെ പ്രവേശനമില്ല. Who cannot find access there? 21-8 വാക്യത്തിൽ Chapter 21 verse number 8. 8 കൂട്ടർക്ക് അവിടെ പ്രവേശനമില്ല. 8 groups cannot find entrance there. ഭീരുക്കൾ, Not fearful, അവിശ്വാസികൾ, unbelieving, അരയ്ക്കപ്പെട്ടവർ, abominables, ശുദ്രക്കാർ, murderers, ബിംബാരാധികൾ, idolaters, ഭോഷ്ക് പറയുന്നവർ, liars. ഇവർക്കാർക്കും അവിടെ പ്രവേശനമില്ല എന്ന് നാം അവിടെ കാണുന്നു. We read all such cannot find entrance there. ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? Fearful, what does the time speak about? ദൈവത്തിന് വചനമനുസരിക്കുവാൻ മനുഷ്യരെ ഭയപ്പെട്ട് കഴിയുന്നവർ. Those who fear human beings to obey the word of God. അങ്ങനെയുള്ളവർക്ക് ആർക്കും പുതിയ യെരൂശലേമിൽ പ്രവേശനമില്ല. Such cannot find access to New Jerusalem.
ഉദാഹരണമായി മുഴുകൽ സ്നാനം സത്യമാണെന്നറിയാം. For instance, they know immersed baptism is the truth. ആരെയൊക്കെയോ ഭയപ്പെട്ട് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നു. They fear some people, therefore they refrain from taking it. ഇന്ന് രാത്രി കൺവെൻഷൻ മധ്യേ യേശു വരികയാണെങ്കിൽ, Tonight, if the Lord Jesus Christ appears during the course of this convention, ഒരുക്കപ്പെട്ടവർക്ക് ഒരുക്കുന്ന അവകാശത്തിൽ സഹോദര സഹോദരി നിനക്ക് പ്രവേശനം ഉണ്ടാകയില്ല. the inheritance that is prepared for the people are ready. Brother or sister, you cannot find any inheritance. ദൈവത്തെക്കാൾ അധികം മറ്റുള്ളവരെ ഭയപ്പെടുന്നു. Because you fear other people more than God. അവരെ കുറിച്ചാണ് ഭീരുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു. About which is mentioned, the fearful. മറ്റൊരു കൂട്ടർ അവിശ്വാസികളാണ്. The other group is unbelieving. അവിശ്വാസികൾക്ക് പുതിയ യെരൂശലേമിൽ സ്ഥാനമില്ല. Unbelievers cannot find place in the New Jerusalem. ഇങ്ങനെ 8 കൂട്ടരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. In the context, we read about 8 groups of people. 21 അധ്യായം 15 വാക്യത്തിലേക്ക് പോയാലോ, Chapter 21, verse number 15. അവിടെ നാം 7 കൂട്ടരെ കാണുന്നുണ്ട്. We read about 7 groups of people. ആ 7 കൂട്ടരെ കുറിച്ച് പറഞ്ഞു ഇവരെല്ലാം പുറത്തു തന്നെ എന്നാണ്. About the 7 groups, it is mentioned they are cast out. എന്ന് പറഞ്ഞാൽ പുതിയ യെരൂശലേമിൽ അവർക്ക് സ്ഥാനമില്ല. Which means in New Jerusalem, they can no room at all. അവിടെ നാം എന്താണ് വായിക്കുന്നത്? What do we read there from? നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകർ എന്നൊക്കെ വായിക്കുന്നു. The dogs, the whoremongers, the abominable. പ്രിയപ്പെട്ടവരെ, നായ്ക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Dogs, what do you mean by the same? പുതിയ യെരൂശലേമിൽ സാധാരണ നായ്ക്കൾക്ക് പ്രവേശനമുണ്ടോ? Whether dogs can find access in New Jerusalem? ചിലർ സ്നേഹത്തോടെ വീട്ടിൽ നടത്തുന്ന നായ്ക്കളെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? Whether it is a pet dogs that is reared up in home? ചിലർ വളരെ സ്നേഹിച്ചു പോകുന്നിടത്ത് എല്ലാ വാഹനങ്ങളിൽ നായ്ക്കളെയും കൊണ്ട് പോകുന്നവരുണ്ട്. Sometimes they should take their pet wherever they go. എന്നാൽ അവരെ കുറിച്ചല്ല ഇവിടെ കാണുന്നത്. The reference is not to them. ദൈവിക സത്യവചനങ്ങൾ അനുസരിച്ചു They obeyed the divine truths of God. ചില നാളുകളൊക്കെ അങ്ങനെ പോയി. For some days they continued so. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഹൃദയത്തിൽ ഒരു പിന്മാറ്റമുണ്ടായി. After a short while there was backsliding in the heart. അങ്ങനെ പിന്മാറ്റക്കാരായി പോയവർ. Those are backsliders. പിന്മാറ്റക്കാർ 2 കൂട്ടരാണല്ലോ. Backsliders, there are 2 groups. ഹൃദയ പിന്മാറ്റക്കാർ. One that's backsliding in the heart. അവരെ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ കഴിയത്തില്ല. They cannot be easily identified. സഭായോഗത്തിന് വരും. They will come to Sunday service. ഏറ്റവും പുറകിലിരിക്കും. They'll be seated on the rear row. അവരെ കണ്ടുപിടിക്കാൻ ഞങ്ങളെക്കൊള്ളവരെ കൊണ്ടേ കഴിയത്തുള്ളൂ. People like us only can identify such people. ഞങ്ങൾ അവരെ തെരഞ്ഞു പിടിക്കും. We will just identify. ബ്രദർ, എന്താണ് പുറകിലേക്ക് പോയത്? Brother, why he got back? ആ ചൂടൊക്കെ അല്ലേ? It is a heat of the summer. കോട്ടയത്ത് ഇപ്പൊ ഭയങ്കര ചൂടാണ് പോലും. Kottayam, severe heat. ഇങ്ങനെ അകന്നു പോകുകയാണ്. They keep off and alienate. ആ പിന്മാറ്റം ഹൃദയത്തിലാണ്. That backsliding is in the heart. മറ്റൊരു കൂട്ടർ പരസ്യ പിന്മാറ്റക്കാരുണ്ട്. And the group is publicly backsliders. ആ പിന്മാറ്റക്കാരെയാണ് നായ്ക്കൾ എന്ന് പറയുന്നത്. They are addressed here dogs. ഞങ്ങൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടി എന്ന് പറയരുതേ. Don't say we are degrading you. ബൈബിൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. Biblical truth is recorded here. ബൈബിൾ നായ്ക്കളെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? About the dogs, what does the Bible say? സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായെന്നാണ്. The dog returns his own vomit. ദൈവത്തിന്റെ മക്കൾ ആരും അതുപോലെ ആയി പോകരുതേ. People of God should not be degraded so. ക്രിസ്തുവിനെ അറിഞ്ഞവർ, Those who are known Christ, ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവർ, those who bear the testimony of Christ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യം അവകാശമാക്കാൻ പോയിക്കൊള്ളണം. he had to go to inherit the kingdom the Lord is preparing for the people whom he loves. വൈരാഗ്യത്തോടെ ഉപദേശങ്ങൾ കൊത്തവണ്ണമായി അന്ത്യം വരെ നിലനിന്നുകൊള്ളണം. With the zeal, he must become steadfast for the truth till the last minute of his life. നമ്മളെല്ലാം ഉപദേശത്തിലുള്ള ഓർത്തഡോക്സുകാരായിരിക്കണം. We must become orthodox with regard to the doctrine. വൈരാഗ്യത്തോടെ ഉപദേശത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. People of God, for the sake of the truth and faith, must become steadfast and zealous. ഞങ്ങളോടൊപ്പം എത്ര പേര് ആഗ്രഹിക്കുന്നു അവർ മാത്രം കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of God. പ്രിയ ദൈവത്തിന്റെ ജനമേ, Beloved people of God, നമുക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യം നമുക്ക് അവകാശമാക്കാം. let us inherit the kingdom that the Lord is preparing for us. ആകയാൽ ഭയത്തോടും വിറയലോടും നമ്മുടെ പ്രവാസകാലം കഴിക്കാം. Therefore, with fear and trembling, let us spend the days of captivity. അത് മാത്രമല്ല, Moreover, തിരുവചനം നാം പരിശോധിക്കുമ്പോൾ when we analyze the word of God, ജയാളികൾക്കുള്ള അനേക പ്രതിഫലങ്ങളുണ്ടെന്ന് വചനം പറയുന്നു. word of God says many rewards are kept for the overcomers. നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരു പാർപ്പിടം ഒരുക്കുന്നുണ്ട്. In eternity, a habitation is prepared for us. മനോഹരമായൊരു സൗധം അഥവാ പട്ടണമുണ്ട്. A beautiful mansion, a city is prepared.
എന്നാൽ അത് മാത്രമല്ല, ജയാളികൾക്ക് നിത്യതയിൽ പ്രതിഫലങ്ങളുണ്ടെന്ന് കാണുന്നു. That only is not there again. There are rewards in eternity. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ Revelation chapters 2 and 3. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. In the paradise of God, it shall be granted to overcome and to be the fruit of the tree of life. ഇത് ജയാളികൾക്ക് മാത്രമേ പ്രാപിപ്പാൻ കഴിയുള്ളൂ. This is exclusively granted to the overcomers. നാം പ്രാപിപ്പാൻ പോകുന്ന നിത്യതയിൽ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. The eternity that we are going to inherit, no need to give the material food. അവിടെ ഓറഞ്ചോ ആപ്പിളോ ഭക്ഷിക്കേണ്ട കാര്യമില്ല. No need to dine orange or apple there. പിന്നെ ഇത് എന്താണ് പ്രിയരെ? If so, what's the meaning of this one? പരദേശമുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത്, that is the fruit of the tree of life in paradise. ഇന്ന് നാം കർത്താവായ യേശുവിനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. We today see Lord Jesus Christ as in a mirror. ദൈവ വചനപ്രകാരം കാണുന്നു. As for the word of God, we notice him. നാം പ്രാപിപ്പാൻ പോകുന്ന നിത്യതയിലോ, but in the eternity that we are going to inherit, യേശുവിനെ മുഖാമുഖമായി കാണും. we'll see Jesus face to face. യേശുവിന്റെ ദിവ്യമായ സ്വഭാവങ്ങളെല്ലാം നമ്മൾ അനുഭവിപ്പാൻ പോകുകയാണ്. We are going to experience all the divine attributes of Jesus. അനുഭവിച്ചുകൊണ്ട് നാം നിത്യതയിൽ നിത്യമായി വസിപ്പാൻ പോകുകയാണ്. Enjoy the same. We are going to eternity ever and ever. വീണ്ടും നാം വായിക്കുമ്പോൾ again when we read, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് ജീവകിരീടം കിട്ടുമെന്ന് പറയുന്നു. those who remain faithful to the end shall be given the crown of life. അതിനുവേണ്ടി മരണപര്യന്തം വിശ്വസ്തതയ്ക്ക് വേണ്ടി നിലനിന്ന് പോരാടണം. For the same purpose, you have to strive till the end to have this crown of life. അതുകൊണ്ടാണ് അകത്തും പുറത്തുമുള്ള ജീവിതം വിശ്വസ്തയോടെ നയിക്കണമെന്ന് പറയുന്നത്. That's why our overt and covert life should be accomplished with a faithful nature. ഒന്ന് പുറമേയുള്ള എല്ലാവരും കാണത്തക്ക ഒരു ജീവിതം, one, there is the life which is overtly. മറ്റൊന്ന് നമ്മുടെ അകമേ ഉള്ള ജീവിതം. second is a covert life. ഈ രണ്ട് നിലയിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. In these two capacities, we need to be faithful. ഓരോ വിശ്വാസിയും അങ്ങനെ വിശ്വസ്തരായിരിക്കണം. Every believer is expected to be faithful. കുടുംബത്തിൽ കുടുംബ ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം. In family relationships, you must become faithful. ഓരോ ശുശ്രൂഷകരും വിശ്വസ്തരായിരിക്കണം. Every minister should remain faithful. അവർക്കാണ് ജീവകിരീടം അവകാശമായി പ്രതിഫലമായി കിട്ടാൻ പോകുന്നത്. They alone shall be rewarded the crown of life. അടുത്തായിട്ട് വായിക്കുമ്പോൾ Thereafter, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കിട്ടുമെന്ന് വായിക്കുന്നു. the hidden manna shall be granted to the overcomer. അത് മാത്രമല്ല, ലഭിക്കുന്നതല്ലാതെ ആർക്കും അറിയാത്ത പുതിയ പേര് കിട്ടുമെന്ന് വായിക്കുന്നു. Besides, a new name is going to be given to the overcomer. ഇതും ജയാളികൾക്ക് ലഭിപ്പാൻ പോകുന്ന പ്രതിഫലമത്രേ. This is also the reward which is going to be granted to the overcomer. അത് മാത്രമല്ല, Again, ജയിക്കുന്നവന് ജാതികളുടെ മേൽ അധികാരം കൊടുക്കുമെന്ന് വായിക്കുന്നു. there is authority over the nations to the overcomer. ഇന്ന് ജയാളിയായി തീരണോ? Today, you must become the overcomer. യേശു വരുമ്പോ ജയാളിയാകുകയല്ല, It is not when Jesus appears, he must become the overcomer. ഇപ്പോഴേ നാം ജയജീവിതം നയിക്കണം. Even now, we must accomplish victorious life. ക്രിസ്തീയ ജീവിതം ജയജീവിതം അത്രേ. Christian life is that of overcoming life. അതിൽ നാം പരാജയപ്പെട്ടു പോകരുത്. We must not be defeated in the journey. ജയാളികൾക്ക് നിത്യതയിൽ പ്രതിഫലമുണ്ട്. For the overcomers, there is reward in eternity. അവർക്ക് ജാതികളുടെ മേൽ അധികാരമുണ്ട്. There shall be authority over the nations. അത് മാത്രമല്ല, Again, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കുമെന്ന് കാണുന്നു. overcomers shall be clad on white garment, ചുവന്ന ഉടുപ്പല്ല കിട്ടാൻ പോകുന്നത്, not the red garment, കറുത്ത കോട്ടല്ല കിട്ടാൻ not പോകുന്നത്. the black coat. അവൻ വെള്ള ഉടുപ്പ് ധരിക്കുമെന്നാണ്. He is going to put on the white raiment. ഇവിടെ പരിശുദ്ധമായി ജീവിക്കുന്നവർ, Those who lead a holy life here, കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്ത ജീവിതം നയിക്കുന്നവർ, those who extend life without a spot, wrinkle, and without any kind of blame. നിത്യതയിൽ ജയാളികളായി വെള്ള ഉടുപ്പ് ധരിപ്പാൻ പോകുകയാണ്. In eternity, being conquerors, they are going to put on white raiment. മാത്രമല്ല, അവന്റെ പേര് ദൈവം നിലനിർത്തുമെന്ന് വായിക്കുന്നു. Besides, his name shall abide forever. അവന്റെ അല്ലെങ്കിൽ അവളുടെ പേര് നിത്യത മുഴുവൻ നിലനിൽക്കും. His name shall be abiding throughout eternity. അത് മാത്രമല്ല, നിത്യതയിൽ നിത്യമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനയുണ്ട്. Also in eternity, ever in the world, there's the worship of worshiping God. ജയാളിയായ നിന്നെ ആലയത്തിന് ഒരു തൂണാക്കും. You, the overcomer, is going to be made a pillar in the temple of God. അവൻ ഒരിക്കലും ഓടുന്നു പോകയില്ല. He will never quit that venue. നിത്യമായി അവൻ ആലയത്തിൽ തൂണായിരിക്കും. Ever and forever
eternally. He shall be a temple in the pillar in the temple of God. ആകയാൽ ഇന്ന് ഓരോ വിശ്വാസിയും സഭയുടെ നെടും തൂണുകളായി നിലനിൽക്കട്ടെ. Therefore today, every believer should become the strong pillar in the temple of God. വിശ്വസ്തരായ തൂണുകളായി നിലനിൽക്കട്ടെ. Let us remain faithful pillars in the church of God. അവർ നിത്യതയിൽ ദൈവത്തിന്റെ ആലയത്തിലെ തൂണായിരിക്കും. ഒരിക്കലും അവനോടൊന്ന് പോകുകയില്ല. In eternity, they are going to be pillars in the house of God. They will never vacate from that point. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Let me touch one more point and wind up my words. വെളിപ്പാട് പുസ്തകം 3:21 നമ്മൾ വായിക്കുമ്പോൾ Revelation chapter 3 verse 21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. To him that overcomes will I grant to sit with me in my throne, even as I overcame and sat down with my Father in his own throne. നാം വായിച്ച വേദഭാഗത്തിൽ In the key verse, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് what the Lord is prepared for the ones whom he loves. കണ്ണ് കണ്ടിട്ടില്ല, No eye has seen, ചെവി കേട്ടിട്ടില്ല, no ear has heard, ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ did not appear in the heart of anybody as it is written so. പ്രിയ ദൈവത്തിന്റെ പൈതലേ, Beloved child of ഈ God, പ്രാവശ്യത്തെ കോട്ടയം കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾ you who are taking part during the convention Kottayam this time, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാട്ടെ. come on, examine your life. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. Shall we all close our eyes? തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. Surrender yourself ഈ കേട്ട വചനത്തിന് മുൻപാകെ before the light of the word of God spoken to you. കർത്താവേ, ഞാൻ നിന്നെ സമർപ്പിക്കുന്നു. Oh Lord, I surrender myself. ഞാൻ നിനക്കായി ഏൽപ്പിക്കുന്നു. I yield myself to you. നീ എനിക്ക് വേണ്ടി ഒരുക്കുന്ന That is prepared for me നിത്യത മുഴുവൻ അവകാശമാക്കുവാൻ to inherit throughout eternity. എന്റെ ദേഹം ദേഹി ആത്മാവിനെ സമർപ്പിക്കുന്നു. I yield my body, soul and spirit. എത്ര പേർ ദൈവവചനം ഏറ്റെടുത്തു? How many will take up the word of God? ജീവിതത്തെ വിശുദ്ധിയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. Those who have the desire to bring life unto holiness. ഇന്ന് ധാരാളം ക്ഷമിക്കുന്ന യേശു നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. Jesus who forgives plenty has come to us right now. എന്നാൽ യേശുവിന്റെ വരവ് ഇന്ന് രാത്രിയാണെങ്കിൽ നാളെ അവൻ ക്ഷമിക്കുന്നവനായിട്ടല്ല വെളിപ്പെടാൻ പോകുന്നത്. Tonight if Jesus appears, tomorrow he is going to appear as a person not to forgive. ഇന്ന് രാത്രി നിനക്കൊരു നല്ല അവസരമാണ്. Tonight this is a good opportunity for you. പുതുതായി വന്നിരിക്കുന്ന ആത്മാക്കളെ, The new souls, പ്രിയ സ്നേഹിതരെ, beloved friends, ഞങ്ങൾ നിങ്ങളോട് താഴ്മയോടെ പറയുകയാണ്, with all humility, let us tell you, ഇതാകുന്നു സുപ്രസാദ കാലം, this is acceptable time. ഇതാകുന്നു രക്ഷാ ദിവസം. This is a day of salvation. യേശുവിനെ സൗജന്യമായി സ്വീകരിക്കുക. Freely accept Jesus. അവൻ നിനക്കിന്ന് രക്ഷകനാണ്. Today he is your നിന്നെ Savior. വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. He wants to redeem you. സൗഖ്യം തരുവാൻ He ആഗ്രഹിക്കുന്നു. wants to heal you. നിന്നെ സന്തോഷ സമൃദ്ധിയോടെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. He wants to take you back to home with the അവൻ fullness of നീ joy. മടങ്ങി ചെല്ലുമ്പോൾ As you return, പഴയ ആളായിട്ടല്ല പുതിയ ആളായിട്ട് പോകുവാൻ ആഗ്രഹിക്കുകയും not as the old person, go back as a new man. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. Let's all close our eyes. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. For a minute, let's all stand up. ബൈബിളും ബായികളും ഒക്കെ താഴ്ത്തു വയ്ക്കുക. Just keep down the Bible and the paraphernalia. എല്ലാവരും എഴുന്നേറ്റാട്ടെ. Let us all stand up. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ മധ്യേ നടകൊള്ളുകയാണ്. When the Lord is moving in our midst. കർത്താവായ യേശുവേ, Oh Lord Jesus ഞാൻ Christ, നിനക്കായി സമർപ്പിക്കുന്നു. I surrender myself to you. നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ നന്മയ്ക്കും എന്നെ കൂട്ടാളികളാക്കണമേ എന്ന് പറഞ്ഞാട്ടെ. Oh Lord, may we partake of all the perspectives that you have prepared for the people whom you love. വായി തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Come on, open your mouth and pray. യുവ സഹോദരി സഹോദരന്മാർ പ്രാർത്ഥിച്ചാട്ടെ. Young brothers and sisters, pray. കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാട്ടെ. Children, the way that you know, you to pray. പ്രായമുള്ളവർ വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. Seniors, elders, open your mouth and pray. ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. This must be instrumental for your blessing. പുതുതായി കടന്നു വന്നിരിക്കുന്ന രക്ഷയ്ക്ക് കാരണമാകട്ടെ. You soul, this must open way for your salvation. എല്ലാവരും തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാട്ടെ. Come on, humble yourself and pray. ദൈവ കൃപയ്ക്ക് ഇടം കൊടുത്താട്ടെ. Be room for the grace of God. ആരാധന ഒടുവിൽ അഗ്നി അഭിഷേകം ഇറങ്ങട്ടെ. May the fire to come at the end of the session. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എല്ലാം പ്രാപിക്കാം. Let us see all the things God has prepared for the people whom He loves. ഇപ്പോൾ തന്നെ ദൈവശക്തിയാൽ നിറയുവീൻ. Oh, be filled with the power of God. പരിശുദ്ധ ജീവിതം ആഗ്രഹിക്കുവീൻ. Be set for a holy life. യേശു വരാനായി. Jesus is coming soon. കാഹളം ധ്വനിക്കാനായി. Something is going to be shouted. ദൈവജനം പരതമാകാനായി. People are going to fly up. ആത്മശക്തിക്ക് ഇടം കൊടുത്താട്ടെ. For the power of the Spirit. കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നു. Oh Lord, do you love me? കർത്താവേ, നീ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
Oh, I love thee as you have loved എന്റെ me. ജീവിതം പൂർണ്ണമായി നിനക്കായി സമർപ്പിക്കുന്നു. Absolutely surrender my life to you. അങ്ങനെ പുതിയൊരു അഭിഷേകത്താൽ നിറയ്ക്കണമേ. Fill me with a new anointing. പുതിയ എണ്ണയുടെ തലമേൽ പകരണമേ. Pour new oil upon my head. എല്ലാവരും വായ് തുറന്നാട്ടെ, വായ് തുറന്നാട്ടെ. Come on, open your mouth. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ടെ. Yes, pray to God. കർത്താവ് നിന്നെ വിടുവിക്കുന്ന വീരനായി വന്നിട്ടുണ്ട്. As a mighty God of deliverance, God has come nigh unto ഇതാ you. അഭിഷേകം സിയോനിൽ ഇറങ്ങുന്നു. From Zion, anointing is coming down. എല്ലാവരും അഭിഷേകത്താൽ നിറയണമേ. Be filled with this anointing. ദൈവശക്തി വ്യാപരിക്കട്ടെ. May the power of God operate in you. ഭക്തരുടെ മുന്നറ്റം മുതൽ പിന്നറ്റം വരെ ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. From the beginning till the back end, may the operation spirit of God take place. ഓ, നമ്മെ സ്നേഹിക്കുന്ന യേശു നമ്മുടെ നദിയെ നടകൊള്ളുന്നു. Our Jesus loves us and moving in our midst. ഭാരങ്ങളെല്ലാം അവന്റെ മേൽ വയ്ക്കുക. Cast your burden upon him. അവൻ നിന്നെ വിടുവിക്കുന്നു. He is delivering you. അവൻ നിന്നെ സൗഖ്യമാക്കുന്നു. He is healing you. ഭാരങ്ങൾ ചുമക്കുന്നു. Takes away your നിനക്ക് burden. വേണ്ടി നിത്യത ഒരുക്കുകയാണ്. He is preparing eternity ആ for you. മനോഹരമായ പാർപ്പിടം, That glorious ആ abode. പുതിയ യെരൂശലേം, That new Jerusalem. സിയോൻ, Zion. തയ്യാറികൾക്ക് വേണ്ടി ഒരുക്കുന്നു. Prepared for the പ്രതിഫലം overcomers. പ്രാപിപ്പാൻ നമുക്ക് ഒരുങ്ങാം. Let's be prepared to receive the യേശു same. വരാറായി. Jesus is coming കാഹളം now. ധ്വനിക്കാറായി. Something is going to be ദൈവജനം shouted. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Clap your hands and praise God. അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. Talk in tongues. ദൈവ കൃപയ്ക്ക് ഇടം കൊടുത്താട്ടെ. For the grace of God. യേശു വരാറായി. Jesus is coming soon. തന്റെ കാന്ത ചേർത്ത് കൊള്ളപ്പെടാറായി. His wife is going to be അവനെ God. താഴ്ന്നിരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് As we are going to see him face to face, നാം അവനോട് സദൃശന്മാരാകൂ. we are going to be fashioned into him. പ്രത്യാശയുള്ള ദൈവമക്കൾ സന്തോഷിക്കട്ടെ. People of hope rejoice. ആത്മാവിൽ ആരാധിക്കട്ടെ. Worship in the spirit. നൃത്തം ചെയ്യട്ടെ. Leap in the spirit. നിത്യ നിത്യ നിത്യകാലമായി ക്രിസ്തുവിൻ കാന്തയായി ഞാൻ തേജസ്സിൽ തൻ കൂടെ വാഴുമേ. തേജസ്സിൽ എല്ലാവരും നിത്യ നിത്യ നിത്യകാലമായി